രണ്ടാമത്തെ അധ്യായം ഗീതാ വിഷയ സംഗ്രഹം, ഭഗവത്ഗീതയുടെ സത്ത്, ആ സത്തിന്റെ 16-ാമത്തെ 17-ാമത്തെ ശ്ലോകത്തിലോട്ട് സ്വാഗതം. 16, 18-ാമത്തെ ശ്ലോകം ഇത്തിരി വളരെ വലുതാണ്. 16-ന്റെയും 17-ന്റെയും 14, 15, 16, 17-ന്റെ അർത്ഥമാണ് 18-ാമത്തെ ശ്ലോകത്തിലോട്ട് 18-ാമത്തെ ശ്ലോകത്തിൽ വരുന്നത്. നോക്കട്ടെ, 18-ാമത്തെ ആണോ? അല്ല, 17-ാമത്തെ ശ്ലോകത്തിലോട്ട് വരുന്നത്. 16ഉം 17. നമ്മള് 15 വരെ കഴിഞ്ഞു അല്ലേ? ഇല്ല, 14 വരെ കഴിഞ്ഞു അല്ലേ? 15 കഴിഞ്ഞു. അപ്പൊ നമ്മൾ 16. ഓക്കെ, അപ്പോൾ 16ഉം 17ഉം നമുക്ക് ചെയ്യാൻ പറ്റും. വെരി ഗുഡ്. ഈ 2 ശ്ലോകം ഇതുവരെ ചെല്ലിയതിന്റെ എല്ലാം ഒരു പുനരാവിഷ്കരണം അല്ലെങ്കിൽ ഒരു സമഗ്രമായിട്ടുള്ള ഒരു പഠനമാണ് 17-ാമത്തിൽ വരുന്നത്. അതും കൂടെ നമ്മള് എന്തോ 14 കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, 15 എടുത്തിട്ടുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്, 15 എടുത്തിട്ടില്ല. ഓക്കെ, 15. അപ്പൊ 15ഉം 16ഉം നമ്മൾ ചെയ്യും. ഓക്കെ, അപ്പം ഭഗവത്ഗീതയുടെ 2-ാമത്തെ അധ്യായം ഗീതാ വിഷയ സംഗ്രഹത്തിന്റെ 15-ാമത്തെയും 16-ാമത്തെയും ശ്ലോകത്തിലേക്ക് സ്വാഗതം. ഭഗവാൻ എന്താണ് അർജുനനോട് പറയുന്നത് എന്ന് നമുക്ക് വീണ്ടും നോക്കുകയാണ്. വളരെ വലിയ ജ്ഞാനമാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം 11 മുതൽ 30 വരെ 11 മുതൽ 30 വരെ ആത്മാവിനെ കുറിച്ചിട്ടാണ്. അപ്പം യു ഡു യുവർ പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടി. രാവിലെ കുട്ടികൾ പറയുന്നുണ്ട്, കൃഷ്ണൻ എന്താണ് നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ ഫിലോസഫി എന്ന് കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലത്തെ കുട്ടികൾ പറയും, യു ഡു യുവർ പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടി. അത്രയേ ഉള്ളു കാര്യം. ആൻഡ് സറണ്ടർ മീ, ഇതാണ് ചെയ്യേണ്ടത്. അവിടെ നമ്മള് മാത്രാസ്പർശാസ്തു കൗന്ദേയ നമ്മൾ പറഞ്ഞു. അതായത് വളരെ വലിയൊരു ഉദാഹരണമാണ് വീട്ടമ്മമാരെ കുറിച്ച് പ്രഭുപാദർ തന്നിരിക്കുന്നത്. പ്രഭുപാദർ എത്ര ദീർഘവീക്ഷണവും എത്ര നല്ല മനസ്സിന്റെ ഉടമയും, നല്ലൊരു എന്താ പറയുന്നത്, അച്ഛന്റെ ജോലി എന്തായിരുന്നു? വ്യവസായമായിരുന്നു അല്ലേ സ്മിതമാതാജി? പ്രഭുപാദരുടെ അച്ഛൻ അതെ, എന്തിന്റെ ഒരു ഉടമയായിരുന്നു അല്ലേ? കട ഉണ്ടായിരുന്നു. അതെ, ഉണ്ടായിരുന്നു. എന്നിട്ടും അതെ, കടയുണ്ടായിരുന്നു. അതെ, ആ അച്ഛനും അമ്മയും കുട്ടിക്കാലത്തെ ഭഗവാന്റെ വിഗ്രഹം കൊടുത്തു. ആ ഭക്തി അതിൽ ജനിപ്പിച്ചു ആ കുട്ടികളെ, ആ പ്രഭുപാദരെ. ഒറ്റയാൾ പട്ടാളമായിട്ട് ഈ ലോകം മുഴുവൻ, അതായത് അദ്ദേഹത്തിന് വേറെ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു, ജീവിതത്തിൽ ഭൗതികമായിട്ട് സുഖിക്കാനുള്ള കാര്യം എല്ലാ ചുറ്റുപാടും ഉണ്ടായിരുന്നു, പോകാമായിരുന്നു. അതല്ല എൻ്റെ ഉദ്ദേശം എന്ന് തിരിച്ചറിഞ്ഞിട്ട് ലോകം മുഴുവൻ ശരിയായ ബോധം കൊടുക്കണം, ഇല്ലെങ്കിൽ തലതിരിഞ്ഞ ആൾക്കാരുണ്ടാവുമെന്ന് പ്രഭുപാദർ ചിന്തിച്ചു. അങ്ങനെ പ്രഭുപാദർ ലോകം മുഴുവൻ സഞ്ചരിച്ചു ഒരു കോൺഷ്യസ് മൂവ്മെന്റ് ഉണ്ടാക്കി. സാധാരണ ഞാൻ കമ്പയർ ചെയ്യുന്നതല്ല, ഒരുപാട് ആചാര്യന്മാരുണ്ട്, എല്ലായിടത്തും ഒരു ഇമോഷണൽ മൂവ്മെന്റ് ആണ് ഉണ്ടായിരിക്കുന്നത് സത്യത്തില്. പക്ഷെ ഇവിടെ ഇമോഷണൽ മൂവ്മെന്റ്, മെറ്റീരിയൽ ഇമോഷണൽ, അതായത് ഞാൻ ഹിന്ദുവാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന ഭാരത സംസ്കാരത്തിൽ പിറന്നയാണ് എന്നൊരു ഇമോഷൻ. പക്ഷെ ഇത് അവിടെ ഇമോഷൻ അല്ല ഉണ്ടായത്. ഞാൻ ഭഗവാന്റെ സന്തതിയാണ്, ഞാൻ ഈശ്വരാംശമാണ്, അദ്ദേഹത്തെ കുറിച്ചാണ് നമ്മൾ അറിയേണ്ടത് എന്നൊരു സ്പിരിച്വൽ മൂവ്മെന്റ്, ആ സ്പിരിച്വൽ ഇമോഷൻ ലോകം മുഴുവൻ കൊണ്ടുവന്നു. യൂറോപ്യൻസിന്റെ അടുത്ത് പോയി കഴിഞ്ഞാലും അവര് പറയും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ രാമ, രാമ രാമ ഹരേ ഹരേ. അവർക്ക് ഉച്ചരിക്കാൻ അറിയത്തില്ല, എങ്കിലും അവർ പറയും. അപ്പോൾ ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ,
ഓമജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വപദാന്തികം. സുധീർപ്പു. വന്ദേഹം ശ്രീഗുരു ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാം ച ശ്രീരൂപം സാഗരജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സ്വാദേതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിത ശ്രീ വിശാഖാന്വിതാം ച. ഹേ കൃഷ്ണ കരുണ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപിതരൂപശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹേ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരേ. ഓം തത്സത്. ഹരേ കൃഷ്ണ. 15ാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പൊ അവിടെ പ്രഭുപാദര്, ഞാൻ 14ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞു വന്നത്, പ്രഭുപാദര് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഉദാഹരണം നമുക്ക് മനസ്സിലാവുന്ന ഉദാഹരണം. മാത്രാ സ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖത ആഗമ പായുനോ അനിത്യം സ്താം സിദിക്ഷസ്വ ഭാരത. ഹേ കുന്തിപുത്ര, ക്ഷണികങ്ങളായ സുഖദുഃഖങ്ങളുടെ വരവും പോക്കും മഞ്ഞുകാലത്തിന്റെയും വേനൽക്കാലത്തിന്റെയും ഗതിവിഗതികൾ പോലെ അത്രേ ഇന്ദ്രിയ അനുഭൂതികളിൽ നിന്ന് അവയുണ്ടാകുന്നു. ഹേ ഭാരത, അവയെ അസ്വസ്ഥനാകാതെ സഹിക്കാൻ ഒരാൾ പഠിക്കണം. അതിന് ഉദാഹരണം തന്നത് വീട്ടമ്മമാരെ കുറിച്ചാണ്. ഒരു വീട് സ്ത്രീ എങ്ങനെയാണോ തണുപ്പ് കാലത്തും ചൂട് കാലത്തും വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റിട്ട് അടുക്കളയിൽ പണി ചെയ്യുന്നത് നമുക്ക് വേണ്ടി, യാതൊരു മുഷിവുമില്ലാതെ അർപ്പണബോധത്തോടെ ചെയ്യുന്ന, അതുപോലെ തണുപ്പോ ചൂടോ ഒന്നുമില്ല. തണുപ്പായാലും രാവിലെ എഴുന്നേറ്റ് കുളിക്കും, ചൂടായാലും രാവിലെ എഴുന്നേറ്റ് കുളിക്കും, എല്ലാം കൃത്യമായിട്ട്. അപ്പൊ അവിടെ നമുക്ക് രാവിലെ കിട്ടുന്ന ഭക്ഷണത്തിന് തണുപ്പ് കാലമായതുകൊണ്ടോ ചൂട് കാലമായതുകൊണ്ടോ യാതൊരു ടേസ്റ്റ് വ്യത്യാസവുമില്ല. ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അതുപോലെ ആയിരിക്കണം ജീവിതത്തിലെ സുഖദുഃഖങ്ങൾ വരുന്നത്. നമ്മൾ ഈ ഭൗതികതയിൽ പിറന്നതാണ്, അതുകൊണ്ട് തീർച്ചയായിട്ടും ജീവിതത്തിൽ സുഖവും ദുഃഖവും ഒക്കെ ഉണ്ടാകാം. അതിനെയെല്ലാം ഓവർകം ചെയ്യാൻ, തരണം ചെയ്യാൻ നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ ജീവിതത്തിൽ വിജയം ഉണ്ടാവുകയുള്ളൂ എന്ന് ഭഗവാൻ പറയുന്നു. അത് പ്രഭുപാദര് ഈ ചെറിയ നല്ല ഉദാഹരണത്തിലൂടെ കാണിച്ചു തന്നു. ഇനി നമ്മൾ 15ാമത്തെ ശ്ലോകത്തിലോട്ട് വരികയാണ്. യം ഹി ന വ്യതയന്തേതി പുരുഷം പുരുഷർഷഭ സമ ദുഃഖ സുഖം ധീരം സോ അമൃതത്വായ കൽപ്പതേ. യം ഹി ന വ്യതയന്തേതി പുരുഷം പുരുഷർഷഭ സമ ദുഃഖ സുഖം ധീരം ഓ അമൃതത്വായ കൽപ്പതേ. യം ഹി ന വ്യഥയന്ത്യേ പുരുഷം പുരുഷർഷഭ സമ ദുഃഖ സുഖം ധീരം ഓ അമൃതത്വായ കൽപ്പതേ. ശബ്ദാർത്ഥം വിവർത്തനം ശീല പ്രഭുപാദ കീ ജയ്. പുരുഷർഷഭ, ഹേ പുരുഷശ്രേഷ്ഠ, സമദുഃഖ സുഖം, ദുഃഖം സുഖങ്ങളെ ഒരുപോലെ കരുതുന്നവനായി, ധീരനായിരിക്കുന്ന,
ക്ഷമാശാലിയായിരിക്കുന്ന യാതൊരു പുരുഷനെ ഏതേ ഇവ നവധയന്തി ദുഃഖിപ്പിക്കുന്നില്ലയോ സഹ അവൻ അമൃതത്വായ മോക്ഷത്തിന് കൽപ്പിക്കപ്പെടുന്നു, യോഗ്യനായി ഭവിക്കുന്നു. അല്ലയോ നരോത്തമ അർജുന, സുഖദുഃഖങ്ങളാൽ അസ്വസ്ഥനാകാതെ രണ്ടിലും സമനില കൈവിടാത്ത വ്യക്തി നിശ്ചയമായും മോക്ഷപ്രാപ്തിക്ക് അർഹനാണ്. അപ്പം കൃഷ്ണ എന്നെ അങ്ങോട്ട് തന്നെ എടുക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പം നമുക്ക് തന്നെ ഒരു സെൽഫ് അനലൈസ്, ഒരു സ്റ്റഡി ഉണ്ടാവും. കൃഷ്ണൻ അങ്ങോട്ട് എടുക്കാനുള്ള ആ ഒരു തയ്യാറെടുപ്പ് നമ്മൾ ചെയ്തു കഴിഞ്ഞോ എന്നുള്ളത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ അങ്ങോട്ട് പറഞ്ഞാൽ പോരെ. വെറുതെ എന്തിനാ പറയുന്നേ? ഇന്റർവ്യൂ പാസ്സാവണ്ടേ? അത് കറക്റ്റ്. അപ്പം ഇതാണ്. അതൊന്നും ആലോചിക്കില്ലാട്ടാ. അതെ. ആ അപ്പം ഗുരുവായൂരപ്പ എത്രയോ പേര് പ്രാർത്ഥിക്കുന്നു, ഗുരുവായൂരപ്പ എല്ലാം കഴിഞ്ഞു, മക്കളായി, മക്കളായി, ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോയി, വിശ്രമാവസ്ഥയിലായി, എല്ലാവരും ഇനി എനിക്ക് അങ്ങോട്ടങ്ങ് വന്നാ മതിയല്ലോ കൃഷ്ണ എന്ന് പറയുമ്പം ഇത്രയും നാള് ഭൗതികതയിൽ നമ്മൾ കുട്ടികൾക്കും കുഞ്ഞുങ്ങൾക്കും എല്ലാം വേണ്ടി ജീവിച്ചു, നമുക്ക് വേണ്ടി ജീവിച്ചു എന്നുള്ളതാണ്. ആ ഒരു തിരിച്ചറിവാണ് കൃഷ്ണ മതി, എന്നെ ഇനി അങ്ങോട്ട് എടുക്കണമെന്ന് പറയാൻ പറ്റുന്ന യോഗ്യത. അത് ഒരു ശകലം നമുക്ക് ബാക്കി വെച്ചിരിക്കണം. നമ്മൾ എല്ലാം പ്രയത്നിക്കുമ്പം നമ്മുടെ അസറ്റ് അതാണ്. അതായത് നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മുടെ കമ്മിറ്റ്മെന്റ് ആണ്. ആ കമ്മിറ്റ്മെന്റ് പൂർണ്ണമായും നമ്മൾ തീർച്ചയായിട്ടും ചെയ്തേ പറ്റത്തുള്ളൂ. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ പണ്ട് ഈ സഞ്ചയിക സേവിങ് സ്കീം നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നല്ലോ അല്ലേ? അറിയാമോ? അത് ഒരു സേവിങ് സ്കീം സ്കൂൾ കുട്ടികൾ ഉണ്ടായിരുന്നു, പോസ്റ്റ് ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് തോന്നുന്നു. സഞ്ചയിക സേവിങ് സ്കീം സന്ധി എന്ന് പറഞ്ഞതുപോലെ ഒരു ശകലം ഭഗവാന്റെ ഒരു സേവിങ്ങിനായിട്ട് നമ്മൾ മാറ്റി. ഞാൻ പറയുന്നത് പണം എന്നല്ല ഉദ്ദേശിച്ചത് കേട്ടോ. നമ്മുടെ ഒരു സ്പിരിച്വൽ എനർജി, ആ സ്പിരിച്വൽ ബാലൻസ്, അത് ശകലം ഒന്ന് ഭഗവാന് വേണ്ടിയിട്ട് മാറ്റി വെക്കും. ആ മാറ്റി വെക്കുമ്പം നമുക്ക് അവസാനം പറയാൻ സാധിക്കും, കൃഷ്ണ മതി കേട്ടോ, ഇനി സ്വസ്ഥമായിട്ട് മനസമാധാനത്തോടെ ആരോഗ്യത്തോടെ എന്നെ കൊണ്ടുപോകണേ എന്ന് നമുക്ക് പറയാൻ പറ്റും. തീർച്ചയായിട്ടും അത് തന്നെ സംഭവിക്കുകയും ചെയ്യും. ഭഗവാൻ തന്നെ കൊണ്ടുപോകും, യാതൊരു സംശയമില്ല കാര്യത്തിൽ. അപ്പൊ ഇവിടെ പറയുന്ന കാര്യങ്ങൾ സ്പഷ്ടമാണ്, സത്യമാണ്, അത് തന്നെ നടക്കുകയുമുള്ളൂ, യാതൊരു സംശയമില്ല കാര്യത്തിൽ. അപ്പൊ നമ്മൾ വായിക്കാം. യം ഹിന വ്യഥയന്ത്യേതേ പുരുഷം പുരുഷർഷഭ സമദുഃഖസുഖം ധീരം സോ അമൃതത്വായ കൽപ്പത്തെ യം ഹിന വ്യഥയന്ത്യേതേ പുരുഷം പുരുഷർഷഭ സമ ദുഃഖസുഖം ധീരം സോ അമൃതത്വായ കൽപ്പത്തെ. അല്ലയോ നരോത്തമ അർജുനനെ നരോത്തമൻ, മനുഷ്യരിൽ ശ്രേഷ്ഠനായവനെയാണ് വിളിച്ചിരിക്കുന്നത്. ഭഗവാന്റെ ഭക്തനെ ഭഗവാൻ അഭിസംബോധന ചെയ്തിരിക്കുന്നതാണ്. നരോത്തമ അർജുന, സുഖദുഃഖങ്ങളാൽ അസ്വസ്ഥനാകാതെ രണ്ടിലും സമനില കൈവിടാത്ത വ്യക്തി നിശ്ചയമായും മോക്ഷപ്രാപ്തിക്ക് അർഹനാണ്, എന്റെ അടുത്ത് വരാൻ അർഹനാണ്. ജീവിതത്തിൽ എന്തെങ്കിലും ബാലൻസ് വെച്ച് കഴിഞ്ഞ കാര്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. ഭഗവത്ഗീതയിലെ 7ാമത്തെ അധ്യായത്തിലാണെന്ന് തോന്നുന്നു. ഭഗവാന്റെ അടുത്തേക്ക്, ഭഗവത്ധാമത്തിലേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരവില്ല. നമ്മൾ കടംകാരനായി കഴിഞ്ഞാൽ തിരിച്ചു വരേണ്ടി വരും. അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് മോക്ഷം പ്രാപ്തിക്ക് അർഹനാകണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒന്നും ബാക്കി വെക്കരുത്. നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹങ്ങൾ ബാക്കി വെച്ച് കഴിഞ്ഞാൽ, ദുഃഖങ്ങൾ ബാക്കി വെച്ച് കഴിഞ്ഞാൽ, സന്തോഷങ്ങൾ ബാക്കി വെച്ച് കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചു വരേണ്ടി വരും.
അപ്പം അതിനെല്ലാം സമചിത്തതയായി കരുതി എല്ലാത്തിനും സംതൃപ്തനായിട്ട് പോകുമ്പോൾ തിരിച്ചു വരേണ്ട കാര്യമില്ല. കാര്യം തിരിച്ച് വരേണ്ടാത്ത ലോകത്തിലേക്കാണ് നമ്മൾ പോകാൻ. അത് ഗോലോകധാമം. നദത്ഭാസയതേ ലോകോ. ആ ഒരു ശ്ലോകം 7-ാമത്തെ. നദത്ഭാസയതേ സൂര്യോ ന ശശാങ്കോ ന പാവകഃ യദ്ഗത്കാന നിവർത്തന്തി തദ്ധാമ പരമം. തദ്ധാമ പരമം പദം. ഭഗവാൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഭഗവാൻ ഈ സച്ചിദാനന്ദ സ്വരൂപനായി, അതായത് ഈ രൂപത്തോടെ ഈ ശരീരത്തോടെ എവിടെയാണ് വസിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ശ്ലോകം കൂട്ടിയത് പറയാം. ഭഗവാൻ ഗോലോക വൃന്ദാവനത്തിൽ ഇതേപോലെ ശ്യാമസുന്ദര രൂപനായിട്ട് വസിക്കുന്നു എന്ന് പറയാം. അതിന് തെളിവായിട്ട് ഭഗവത്ഗീതയിലെ ഈ ശ്ലോകവും നമുക്ക് എടുത്തു പറയാം. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ ഓക്കെ, സ്മിതമാതാജി ശ്ലോകം ഒന്ന് വായിച്ചു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഭാവാർത്ഥം വായിക്കട്ടെ പ്രഭു? ശ്ലോകം വായിച്ചില്ല, ശ്ലോകം കൂടെ വായിച്ചുള്ളൂ. യം ഹി നാവ്യത്യന്തെ തേ പുരുഷം പുരുഷർഷഭാ സമദുഃഖ സുഖം ധീരം സോമൃതത്വായ കൽപ്പതേ. സുശീം പ്രഭു. യം ഹി ന വ്യദയന്തേ തേ പുരുഷം പുരുഷർഷഭാ സമദുഃഖ സുഖം ധീരം സോ അമൃതത്വായ കൽപ്പതേ. ഹരേ കൃഷ്ണ. സുമാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. യം ഹി ന വ്യഥയന്തെ തേ പുരുഷം പുരുഷർഷഭാ സമദുഃഖ സുഖം ധീരം സോ അമൃതത്വായ കൽപ്പതേ. ഹരേ കൃഷ്ണ. ശ്രീരഞ്ജിനി 2-ാമത്തെ അധ്യായം, ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായം 15-ാമത്തെ ശ്ലോകമാണ് നമ്മൾ വായിക്കുന്നത്. അനഘശ്രീ. ഓക്കെ, 2-ാമത്തെ ചാപ്റ്റർ അമ്മയെടുത്ത് പറയുക. 2-ാമത്തെ അധ്യായം 15-ാമത്തെ ശ്ലോകമാണ് വായിക്കുന്നത് പറയുക. ഓക്കെ, സുധീർ പ്രഭു. യം ഹി ന വ്യദയത്യന്തെ തേ പുരുഷം പുരുഷർഷഭാ സമദുഃഖ സുഖം ധീരം സോമൃതത്വായ കൽപ്പതേ. മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. യം ഹി ന വ്യദയന്തെ തേ പുരുഷം പുരുഷർഷഭാ സമദുഃഖ സുഖം ധീരം സോ അമൃതത്വായ കൽപ്പതേ. ഹരേ കൃഷ്ണ. മിരാജി ഇല്ലായിരുന്നു? യം ഹി ന വ്യഥയന്തെ തേ പുരുഷം പുരുഷർഷഭാ സമദുഃഖ സുഖം ധീരം സോ അമൃതത്വായ കൽപ്പതേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്രീരഞ്ജിനി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വായിച്ചോളൂ. കേൾക്കുന്നില്ല. കേൾക്കുന്നില്ല. ഹരേ കൃഷ്ണ. വോയിസ് ഇല്ല. ഓഡിയോ കിട്ടുന്നില്ല. ഹരേ കൃഷ്ണ. അവിടെ റെഡി ആകുമ്പോഴത്തേന് സ്മിതമാതാജിന്റെ ഭാവാർത്ഥം വായിച്ചോളൂ.
ആത്മസാക്ഷാത്കാരത്തിന്റെ ഔന്നത്യം കൈവരിക്കാനുള്ള നിശ്ചയദാർഢ്യമുള്ളവനും സുഖദുഃഖങ്ങളെ ഒരുപോലെ സഹിക്കാൻ കഴിയുന്നവനുമായ ഒരു വ്യക്തി തീർച്ചയായും മുക്തിക്ക് അർഹനാണ്. വർണ്ണാശ്രമ വ്യവസ്ഥയിൽ 4 ആശ്രമമായ സന്യാസം ക്ലേശഭരിതമായ ഒരവസ്ഥയാണ്. എങ്കിലും ജീവിതത്തിന് പരിപൂർണത വരുത്തണമെന്ന് കൃത്യമായി ആഗ്രഹിക്കുന്നവർ ആ ക്ലേശങ്ങളെ വകവയ്ക്കാതെ സന്യാസം സ്വീകരിക്കുക തന്നെ ചെയ്യും. ഭാര്യാപുത്രാദികളോടുള്ള ഗാർഹിക ബന്ധങ്ങളെ വിച്ഛേദിക്കുന്നതിലാണ് ഏറ്റവും അധികം പ്രയാസം നേരിടുക. അത്തരം ക്ലേശങ്ങളെയും സഹിക്കാൻ കഴിയുമെന്നായാൽ തീർച്ചയായും അയാളുടെ ആത്മസാക്ഷാത്കാരത്തിനുള്ള വഴി പൂർണ്ണമായി കുടുംബബന്ധമുള്ളവരുടെയോ മിത്രങ്ങളോടോ പൊരുതുന്നത് പ്രയാസമുള്ള കാര്യമാണെങ്കിലും ക്ഷത്രിയൻ എന്ന നിലയിൽ തനിക്ക് വേണ്ട കർമ്മത്തിൽ ഉറച്ചു നിൽക്കണമെന്നാണ് കൃഷ്ണൻ അർജുനനോട് പറയുന്നത്. ശ്രീ ചൈതന്യ മഹാപ്രഭു 24-ാം വയസ്സിൽ സന്യാസം സ്വീകരിച്ചു. വൃദ്ധയായ മാതാവിനും ഇളം പ്രായത്തിലുള്ള പത്നിക്കും അദ്ദേഹമല്ലാതെ ഒരാശ്രയവും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഉത്കൃഷ്ടമായ ഒരു ലക്ഷ്യം മുൻനിർത്തി അദ്ദേഹം സന്യാസം കൈക്കൊണ്ടു. തന്റെ ഉത്കൃഷ്ടമായ കർത്തവ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടേയിരുന്നു. ഇതാണ് ഭൗതിക ബന്ധങ്ങളിൽ നിന്ന് മുക്തി നേടാനുള്ള വഴി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇവിടെ ചൈതന്യ മഹാപ്രഭു ഭഗവാന്റെ ഒരു അവതാരമായിരുന്നു. നമ്മളോട് പറയാൻ ഈ ഉദാഹരണം കാണിച്ചു തന്നിരിക്കുന്നത്, നമ്മള് കുടുംബ ബന്ധങ്ങളിൽ, അതായത് നമ്മുടെ പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടി, അതായത് നമ്മുടെ ഡെഡിക്കേഷൻ ആണ് നമ്മുടെ ചില ഉത്തരവാദിത്തങ്ങൾ. ആ ഉത്തരവാദിത്തങ്ങളിൽ നമ്മൾ അറ്റാച്ച് ചെയ്തിട്ട് നമ്മളോട് തിരിച്ച് അതേപോലെ തന്നെ വരണം എന്ന് പറയുമ്പോഴാണ് ജീവിതത്തിൽ സുഖവും ദുഃഖങ്ങളും ഉണ്ടാകുന്നത്. അത്തരം ഒരു അറ്റാച്ച്മെന്റ് പാടില്ല എന്നാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത്. നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ഭഗവത് സമർപ്പണമായിട്ട് ചെയ്യണം. നീ അത് ചെയ്തത് കൊണ്ട് കണക്ക് പറഞ്ഞ, അതായത് നീ അതിൻ്റെതായ പ്രത്യുപകാരം പ്രതീക്ഷിച്ചുകൊണ്ട് അതേപോലെ എനിക്ക് കിട്ടണം എന്ന് വിചാരിച്ചിട്ട് ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ ജീവിതം ഫെയിൽ. നമുക്കറിയാം, ഇത് പറയാതെ തന്നെ നമുക്കുള്ള അനുഭവങ്ങളാണ്, ഓരോരുത്തർക്കുമുള്ള അനുഭവങ്ങളാണ്. നമ്മുടെ ബന്ധുക്കളെ, നമ്മുടെ സുഹൃത്തുക്കളെ, നമ്മുടെ മക്കളെ എന്തുമാത്രം നമ്മൾ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ സഹായിക്കുന്നു. ആ സഹായത്തിനനുസരിച്ചിട്ട് നമുക്ക് അങ്ങനെ നമ്മൾ ഭൗതികമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ എന്തെങ്കിലും പ്രത്യുപകാരം അല്ലെങ്കിൽ ഒരു പരിഗണന കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അവിടെയാണ് നമുക്ക് മാനസികമായിട്ട് വിഷമം ഉണ്ടാകുന്നത്, അല്ലേ? അപ്പം എന്നെ എൻ്റെ ഗുരുനാഥൻ പറഞ്ഞു തന്നു, എനിക്ക് ജീവിതത്തിൽ ആത്മീയതയിൽ തന്നെ എനിക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ പിന്നെ ഭൗതികതയായിട്ട് കാര്യം പറയണമെന്നുണ്ടോ? ഇല്ല. സ്പിരിച്വൽ ലൈഫിൽ തന്നെ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് മറ്റുള്ളവരിൽ നിന്ന്. ഇപ്പൊ എൻ്റെ ഗുരുനാഥൻ എനിക്ക് പറഞ്ഞു തന്നത്, വിത്തൗട്ട് എനി എക്സ്പെക്ടേഷൻ സർവീസ് ചെയ്യണം. പ്രഭു സർവീസ് ചെയ്യേണ്ടത് വിത്തൗട്ട് എക്സ്പെക്ടേഷനിലായിരിക്കണം. ഈ ഒരു വേർഡ് നിന്റെ മനസ്സിൽ ഉണ്ടെങ്കിൽ ഒരിക്കലും പ്രയാസപ്പെടേണ്ടി വരത്തില്ല, ദുഃഖിക്കേണ്ടി വരത്തില്ല എന്ന്. ശരിയാണ്. ഹരേ കൃഷ്ണ. അപ്പൊ വീണ്ടും നമുക്ക് അടുത്ത ശ്ലോകം കൂടെ നമുക്ക് നോക്കാം. ഹരേ കൃഷ്ണ. നാസതോ വിദ്യതേ ഭാവോ ന ഭാവോ വിദ്യതേ സതഃ ഉഭയോരവി ദൃഷ്ടോ അന്ത സ്തനയോ സ്ത്വത്വദർശിഭിഃ. ശ്രീരഞ്ജിനി പോയ നാസതോ വിദ്യതേ ഭാവോ, ന ഭാവോ വിദ്യതേ സതഃ നാസതോ വിദ്യതേ ഭാവോ ന ഭാവോ വിദ്യതേ സതഃ ഉഭയോരപി ദൃഷ്ടന്താ സ്തുനയോസ്തത്വദർശിഭിഃ. ഉഭയോരപി ദൃഷ്ടന്താ സ്തനയോസ്തത്വദർശിഭിഃ. ഗോപിനാഥ് പ്രഭു നേരത്തെയുള്ള ശ്ലോകം ചൊല്ലിയില്ലായിരുന്നല്ലേ?
ചെല്ലിക്കോളൂ. നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സദഃ ഉഭയോരപി ദൃഷ്ടതോ അദൃഷ്ടന്തോ. അത് പ്രഭു അതൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഉഭയോരപി ദൃഷ്ടോ അന്താസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അനയോ തത്വദർശിബി എന്ന് എഴുതിയിരിക്കുന്നത്. വായിച്ചോളൂ, ഒന്നുകൂടെ വായിച്ചോളൂ. നാസതോ വിദ്യതേ ഭാവോ നഭാവോ വിദ്യതേ സദഃ ഉഭയോരപി ദൃശ്യതോ അന്തസ് അനയോ തത്വദർശിഭിഃ. ശബ്ദാർത്ഥം വിവർത്തനം ക്ഷീരഭൂപാകൃതി ജയ്. അസത അസത്തിന് ഇല്ലാത്തതിന്, ഭാവഹ ഭാവം ഉണ്ടെന്നുള്ള അവസ്ഥ, ന വിദ്യതേ ഇല്ല, സതഹ സത്തിന് ശാശ്വതമായതിന്, അഭാവ അഭാവം ഇല്ലായ്മ, ന വിദ്യതേ ഇല്ല, കിന്തു എന്നാൽ, തത്വദർശിഭി തത്വദർശികളാൽ, അനയോഹോ ഈ ഉഭയോഹോ രണ്ടിന്റെയും, അന്തഹ അന്തം, ദൃഷ്ടം ദർശിക്കപ്പെട്ടിട്ടുള്ളത്. ഇല്ലാത്തതായ ഒന്നിന് ഭൗതിക ശരീരം നിലനിൽപ്പില്ല, സനാതനമായതിന് ആത്മാവിന് നാശവുമില്ല. തത്വദർശികൾ ഇത് കണ്ടറിഞ്ഞവരത്രേ. രണ്ടിന്റെയും സ്വഭാവങ്ങൾ അറിഞ്ഞതിന് ശേഷമാണ് അവർ ഈ വസ്തുത അംഗീകരിച്ചത്. വെറുതെ ഒന്നും പറയുന്നതല്ല, ഇതെല്ലാം അനലിറ്റിക്കൽ സ്റ്റഡി ചെയ്തിട്ടാണ്, നടത്തിയിട്ടാണ് പറയുന്നത്. നാസദോ വിദ്യതേ ഭാവോ നഭാവോ വിദ്യതേ സദഃ ഉഭയോരപി ദൃഷ്ടോന്തയോസ്തത്വദർശിഭിഃ. ഹരേ കൃഷ്ണ. സ്മിത മാതാജി. നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സതഃ ഉഭയോരപി ദൃഷ്ടന്തഃ അനയോസ്തത്വദർശിഭിഃ. ഹരേ കൃഷ്ണ. ശശിമൃ. നാസദോ വിദ്യതേ ഭാവോ നഭാവോ വിദ്യതേ സതഃ ഉഭയോരപി ദൃഷ്ടന്തി തനയോസ്തത്വദർശിഭിഃ. ഹരേ കൃഷ്ണ. സുധീർ പ്രഭു. ഹരേ കൃഷ്ണ. നാസദോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സദഃ ഉഭയോരപി ദൃഷ്ടന്തസ് ത്വനയോസ്തത്വദർശിഭിഃ. നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സതഃ ഉഭയോരപി ദൃഷ്ടോന്തസ് ത്വനയോസ്തത്വദർശിഭിഃ. ഹരേ കൃഷ്ണ. മീരാജി. ഹരേ കൃഷ്ണ. നാസദോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സതഃ ഉഭയോരപി ദൃഷ്ടോന്തഃ ത്വനയോസ്തത്വദർശിഭിഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നാസതോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സതഃ ഉഭയോരപി ദൃഷ്ടോന്തഃ ത്വനയോസ്തത്വദർശിഭിഃ. ഹരേ കൃഷ്ണ. ശ്രീരഞ്ജിനി. നാസദോ വിദ്യതേ ഭാവോ നാഭാവോ വിദ്യതേ സതഃ ഉഭയോരപി ദൃഷ്ടോന്തഃ ത്വനയോസ്തത്വദർശിഭിഃ. ഹരേ കൃഷ്ണ. ഇതിന് ഇല്ലാത്തതായ ഒന്നിന് ഭൗതിക ശരീരം നിലനിൽപ്പില്ല, സനാതനമായതിന് ആത്മാവിന് നാശവുമില്ല. തത്വദർശികൾ ഇത് കണ്ടറിഞ്ഞവരത്രേ. രണ്ടിന്റെയും സ്വഭാവങ്ങൾ അറിഞ്ഞതിന് ശേഷമാണ് അവർ ഈ വസ്തുത അംഗീകരിച്ചത്. ഭാവാർത്ഥം സുമാജി ഒന്ന് വായിച്ചോളൂ. ഹരേ കൃഷ്ണ. മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന ശരീരം ശാശ്വതമല്ല. വ്യത്യസ്തങ്ങളായ സെല്ലുകളുടെ പ്രവർത്തനങ്ങളാലും
പ്രതിപ്രവർത്തനങ്ങളാലും നിമിഷം തോറും ശരീരത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്ന് ആധുനിക വൈദ്യശാസ്ത്രം സമ്മതിച്ചിട്ടുണ്ട്. ശരീരത്തിന് വളർച്ചയും വാർദ്ധക്യവും ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. ആത്മാവാകട്ടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും മാറ്റങ്ങളെ അതിജീവിച്ച് ശാശ്വതമായി നിലകൊള്ളുന്നു. ആത്മാവും ദ്രവ്യവും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. സ്വാഭാവികമായി ശരീരം നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതും ആത്മാവ് ശാശ്വതവും അത്രേ. അവ്യക്തഗത ബ്രഹ്മവാദികളും സാകാരവാദികളുമായ എല്ലാ തത്വദർശികളുടെയും അഭിപ്രായമാണിത്. വിഷ്ണുവിനും അദ്ദേഹത്തിന്റെ വാസസ്ഥാനങ്ങൾക്കും സ്വയം പ്രകാശകമായ ആധ്യാത്മിക സ്ഥിതിവിശേഷമുണ്ടെന്ന് വിഷ്ണു പുരാണം ഉദ്ഘോഷിക്കുന്നു. ജ്യോതിഷീം വിഷ്ണോർ ഭുവനാനി വിഷ്ണു. അസത്ത് സത്ത് എന്നീ പദങ്ങൾ യഥാക്രമം ഭൗതിക പദാർത്ഥം, ആത്മാവ് എന്നിവയുമായി ബന്ധപ്പെടുത്തിയാണ് പ്രയോഗിച്ചിട്ടുള്ളത്. എല്ലാ തത്വദർശികളുടെയും അഭിപ്രായം ഇതാണ്. അജ്ഞാനത്തിന് അടിമപ്പെട്ട് പരിഭ്രാന്തരാകുന്ന ജീവാത്മാക്കൾക്ക് വേണ്ടി ഭഗവാൻ നൽകുന്ന ഉപദേശം ഇവിടെ ആരംഭിക്കുകയാണ്. പൂജ്യനും പൂജകനും തമ്മിലുള്ള ശാശ്വത ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുകയും അങ്ങനെ പരമപുരുഷനും തദംശങ്ങളായ ജീവാത്മാക്കൾക്കും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന ബോധമുദിക്കുകയും ചെയ്യുമ്പോൾ അജ്ഞത ശമിക്കുന്നു. തന്നെ കുറിച്ച് നിഷ്കൃഷ്ടമായി പഠിക്കുന്ന ആൾ തനിക്കും സർവേശ്വരനായ കൃഷ്ണനും തമ്മിലുള്ള ബന്ധം പൂർണ്ണത്തിനും അംശത്തിനും ഉള്ള അന്യോന്യ ബന്ധം തന്നെ എന്ന് അറിയുമ്പോൾ ഭഗവാന്റെ പരമോന്നതാവസ്ഥ മനസ്സിലാക്കുന്നു. വേദാന്ത ഗ്രന്ഥങ്ങളിലും ഭാഗവതത്തിലും പരമപുരുഷനെ എല്ലാ ഭാവങ്ങളുടെയും ഉറവിടമായി അംഗീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള പ്രാദുർഭാവങ്ങൾ ഉത്തമാധമ പ്രകൃതികളായാണ് അനുഭവപ്പെടുന്നത്. ജീവാത്മാക്കൾ ഉത്തമ പ്രകൃതിയുടേതാണെന്ന് 7-ാം അധ്യായം വ്യക്തമാക്കുന്നുണ്ട്. ശക്തിയും ശക്തിമാനും തമ്മിൽ അന്തരമില്ല. എങ്കിലും ശക്തിമാൻ ഉത്കൃഷ്ടനെന്നും ശക്തി അഥവാ പ്രകൃതി വിധേയ എന്നും പറയപ്പെടുന്നു. അങ്ങനെ ജീവാത്മാക്കളെല്ലാം യജമാനന് സേവകരെന്ന പോലെ, ഗുരുവിന് ശിഷ്യരെന്ന പോലെ അജ്ഞാനത്തിന്റെ സ്വാധീന വലയത്തിലായിരിക്കുമ്പോൾ ഈ വ്യക്തമായ ജ്ഞാനം ലഭിക്കുക സാധ്യമല്ല. ജീവാത്മാക്കളുടെ അജ്ഞാനം ദൂരീകരിക്കാനും അവരെ എല്ലായ്പ്പോഴും ഉദ്ബുദ്ധരാക്കാനും ആയിക്കൊണ്ട് സർവേശ്വരൻ ഭഗവത്ഗീത ഉപദേശിച്ചു. ഹരേ കൃഷ്ണ. ഇവിടെ പറയുന്നു ഭഗവാനുമായിട്ടുള്ള ബന്ധമാണ് നമ്മുടെ ശരീരവും പരമാത്മാവും തമ്മിലുള്ള ബന്ധം, ഈ പരമാത്മാവ് ആരെന്ന് തമ്മിലുള്ള ബന്ധം. ഇവിടെ പറയുന്നു പൂജ്യനും പൂജകനും തമ്മിലുള്ള ശാശ്വത ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുകയും അങ്ങനെ പരമപുരുഷനും തദംശങ്ങളായ ജീവാത്മാക്കൾക്കും തമ്മിലുള്ള വ്യത്യാസമെന്തെന്ന ബോധം ഉദിക്കുകയും ചെയ്യുമ്പോൾ അജ്ഞത നശിക്കുന്നു. തന്നെക്കുറിച്ച് നിഷ്കൃഷ്ടമായി പഠിക്കുന്നയാൾ തനിക്കും സർവേശ്വരനായ കൃഷ്ണനും തമ്മിലുള്ള ബന്ധം പൂർണ്ണത്തിനും അംശത്തിനുമുള്ള അന്യോന്യ ബന്ധം തന്നെ എന്നറിയുമ്പോൾ ഭഗവാന്റെ പരമോന്നത അവസ്ഥ മനസ്സിലാക്കുന്നു. വേദാന്ത ഗ്രന്ഥങ്ങളിലും ഭാഗവതത്തിലും പരമപുരുഷനെ പ്രാദുർഭാവങ്ങളുടെ ഉറവിടമായി അംഗീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ജീവാത്മാക്കളുടെ അജ്ഞാനം ദൂരീകരിക്കാനും അവരെ എല്ലായ്പ്പോഴും ഉദ്ബോധിക്കാനും ആയിക്കൊണ്ട് സർവേശ്വരൻ ഭഗവത്ഗീത നമുക്ക് ഉപദേശിച്ചു തന്നു. ഇവിടെ നമ്മളും ഭഗവാനും തമ്മിലുള്ള ബന്ധം സേവ്യ, സേവ, സേവക, ഈ 3 വാക്കുകൾ നമ്മൾ ഓർമ്മിച്ചിരിക്കണം. സേവ്യ, സേവ, സേവക. സേവ്യ ആരെയാണോ സേവിക്കപ്പെടേണ്ടത്, യജ്ഞപുരുഷൻ. സേവ, സേവനം, സർവീസ്. സേവ, സേവകൻ. ആരാണ് സേവകൻ? നമ്മളാണ് സേവന ചെയ്യേണ്ടവൻ. ഭഗവാനിൽ അർപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് സേവനം. ആരെയാണോ സ്മരിച്ചുകൊണ്ട് ചെയ്യേണ്ടത് അതാണ് സേവ്യ എന്ന് പറയുന്നത്. ഇവിടെ വീണ്ടും പറയുന്നു അതിന്റെ ഫർദർ. കൃഷ്ണ നിർബന്ധേ കൃഷ്ണ സംബന്ധി. കൃഷ്ണ നിർബന്ധേ കൃഷ്ണ സംബന്ധി. നിർബന്ധമായും കൃഷ്ണനുമായിട്ട് സംബന്ധിക്കപ്പെട്ടിരിക്കണം.
ബന്ധിക്കപ്പെട്ടിരിക്കണം. അവിടെ മാത്രമേ ജീവിതത്തിന്റെ പരിപൂർണത ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ വീണ്ടും അവിടെ എത്താൻ വേണ്ടിയിട്ട് വീണ്ടും കറങ്ങി തിരിയേണ്ടി വരും. ഡ്രൈവിങ് നമ്മൾ ഈ വഴിതെറ്റി പോകുന്നതിന്റെ കൂട്ടാണ്. എങ്ങനാണെങ്കിലും എത്ര നീ കറങ്ങിക്കഴിഞ്ഞാലും നീ കറങ്ങും തോറും നിനക്ക് ഡ്യൂറേഷൻ കൂടും, പെട്രോൾ ചെലവുകൾ ഉണ്ടാവും, ചിലപ്പം ഫൈൻ അടിക്കും, ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ നീ അൾട്ടിമേറ്റ്ലി നിന്റെ എൻഡ് പോയിന്റ് നീ എത്തിയേ പറ്റത്തുള്ളൂ. അപ്പൊ അതിന് ആദ്യമേ നമ്മൾ GPS റെഡിയാക്കി വെക്കുക ചെയ്യേണ്ടത്. ആ GPS റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ആ വഴി ക്ലിയർ ആവും, നമ്മൾ അവിടെ എത്തും. ബാക്കി ഇടയ്ക്ക് പറയുന്ന തത്വങ്ങളെല്ലാം അതിലേക്കുള്ളതാണ്. അല്ലാതെ നിരാകാരവാദികള് ചിലരുണ്ട്. ഇന്ന് ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചാണ് അദ്ദേഹത്തിന്റെ. നമ്മൾ ധ്യാനിക്കുമ്പം നമ്മൾ ആ ആളാവണം. അപ്പം അദ്ദേഹം പറഞ്ഞിരിക്കുന്നതാണ്, എത്ര അസംബന്ധമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് നമ്മൾ ദുർഗാദേവിയെ ധ്യാനിക്കുകയാണെങ്കിൽ നമ്മൾ സ്വയം ദുർഗാദേവി ആണ് എന്ന് ചിന്തിക്കണം. ഉപദേശിക്കുന്നതാണ്, വലിയൊരു സ്പിരിച്വൽ ക്ലാസ് കൊടുക്കുന്നതാണ്. ഒരുപാട് ആൾക്കാർ കേൾക്കാറുണ്ട്, അന്തം വിട്ടു. ഇത്രയും അസംബന്ധങ്ങൾ പറഞ്ഞു കൊടുക്കണം. നമ്മൾ ദുർഗാദേവിയെ ധ്യാനിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ദുർഗാദേവി ആകാൻ പറ്റും? ദുർഗാദേവിയുടെ ക്വാളിറ്റി നമുക്കുണ്ടോ? നമ്മൾ പരമശിവനെ ധ്യാനിക്കുകയാണെങ്കിൽ ഞാൻ പരമശിവനാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ ധ്യാനിക്കും. ഇത്തരം ആൾക്കാരുടെ എങ്ങനെ നാട് നന്നാവും? സ്പിരിച്വൽ ഇതെല്ലാം ഇമോഷണലി പോകത്തേയുള്ളൂ. ഞാനൊരു ഹിന്ദുവാണെന്നോ അല്ലെങ്കിൽ ഞാൻ സനാതന ധർമ്മത്തിൽപ്പെട്ട ആളാണെന്നുള്ള ഒരു ഇമോഷണലി പോകത്തേയുള്ളൂ. ശരിയായ ഒരു വിശ്വാസം നമുക്ക് എത്തത്തില്ല. ഇവിടെ വീണ്ടും പറയുന്നുണ്ട്, ശങ്കരാചാര്യര് കൂട്ടിയിരിക്കുന്നതാണ് ശ്വേതാശതോപനിഷത്തിൽ ഒരു കോട്ട് ശങ്കരാചാര്യ കൂട്ടി. ഓം ന തത്ര സൂര്യോപതി ന ചന്ദ്രതാരകം നേമ വിദ്യതോ ബന്ധി കുടോയം അഗ്നി താം ഏവ ബന്ധം അനുബന്ധ സർവം തസ്യ ഭാസ സർവം ഇദം വിഭതി. The sun does not shine there, nor does the moon, nor do the stars, nor the lightning shines and much lights this fire. When he shines, everything shines after him. By his light all these shine. കഠോപനിഷത്തിലെ വേഴ്സ് 15 സെക്ഷൻ 2-5 വീണ്ടും അതിനെ റെഫർ ചെയ്യുന്നു. മുണ്ടകോപനിഷത്തിലും ഇതിന്റെ സമാനമായ സ്റ്റേറ്റ്മെന്റ് വേഴ്സ് 10 സെക്ഷൻ 2.2 ഇത് വോട്ട് തന്നിരിക്കുന്നത് ശങ്കരാചാര്യരാണ്. നമ്മളെല്ലാം ചിന്തിക്കുന്ന അദ്വൈതവാദിയായ ശങ്കരാചാര്യരാണ് ഈ ശ്ലോകം നമുക്ക് റെഫർ ചെയ്തത്. എന്താണ് പറയുന്നത്? ഭഗവാനിൽ നിന്നല്ലാതെ സൂര്യനും ചന്ദ്രനും ഒന്നും റിഫ്ലക്ഷൻ നടക്കത്തില്ല. ആദ്യത്തെ പ്രകാശം ഭഗവാനിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ടാണ് അപ്പൊ നമ്മൾ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കും, എന്തുകൊണ്ടാണ് ഗോലോക വൃന്ദാവനത്തിൽ ചെല്ലുമ്പം അവിടെ സൂര്യനില്ല, ചന്ദ്രന്മാരില്ല, എല്ലാം ഭഗവാന്റെ കിരണങ്ങളാണ് എന്ന് പറയുമ്പം നമ്മൾ ചിന്തിക്കും, അതെന്താ സൂര്യപ്രകാശം ഇല്ലാതെ അവിടെ ഒരു പ്രകാശം വന്നത്? ഇവിടെ നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നു, അദ്വൈതവാദി ശങ്കരാചാര്യ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നു. ശങ്കരാചാര്യർ പറഞ്ഞു തന്നിരിക്കുന്നു, കൃഷ്ണനില്ലാതെ ഭഗവാന്റെ ശരീരത്തിൽ നിന്നുള്ള പ്രഭ കൊണ്ടാണ് സൂര്യനും ചന്ദ്രനും കത്തിജ്വലിക്കുന്നത്, പ്രകാശിക്കുന്നത്. ഇത്രയേ ഉള്ളു കാര്യം. കൂലംകുഷിതമായിട്ട് ചിന്തിക്കേണ്ട കാര്യവുമില്ല. ഇപ്പം നമ്മളെല്ലാം ഭഗവാന്റെ അംശങ്ങളാണ്. സൂര്യനും സൂര്യപ്രകാശവും തമ്മിലുള്ള ബന്ധം പോലെ. സൂര്യപ്രകാശത്തെ കണ്ടിട്ട് ഇത് വെറും ഒരു പ്രകാശമാണ്, ഈ പ്രകാശത്തിന് ആകൃതിയില്ല എന്ന് പറഞ്ഞു വിശ്വസിക്കുന്നു. പ്രകാശത്തിന് രൂപമില്ല എന്ന് പറഞ്ഞാൽ എന്ത് പറയും? പ്രകാശത്തിന് രൂപമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയും? സുശീം പ്രഭു. പ്രകാശത്തിന് രൂപം എന്നല്ല, പ്രകാശത്തിന് സോഴ്സ് ഇല്ല എന്ന് പറഞ്ഞാലാണ് പ്രശ്നമുള്ളത്. അതെ, അസ്തിത്വമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാതെ ഒന്നും വരുന്നില്ല. ഇവിടെ ഒരു എനർജി ഉണ്ടെങ്കിൽ എനർജിക്ക് ഒരു സോഴ്സ് ഉണ്ടാവും. അതാണ് സൂര്യപ്രകാശമുണ്ട്, സൂര്യനില്ല എന്ന് പറയുന്ന കണക്കാണ്. ഭഗവാന്റെ ശക്തി ഉണ്ട്, ഭഗവാൻ ഇല്ല എന്ന് പറയുന്നത്. ശക്തി ഉണ്ടെങ്കിൽ ഭഗവാനും ഉണ്ട്, അങ്ങനെയാണ്. അതെ, കറക്റ്റ്, സത്യം. അതേസമയം പ്രകാശത്തെ സൂര്യൻ എന്ന് വിളിക്കാനും പറ്റുന്നില്ല.
അതേസമയം സൂര്യനില്ലാതെ ഈ പ്രകാശം ഉണ്ടാവുകയില്ല. ഇതുപോലെയാണ് ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധം. അതുപോലെ തന്നെ ഈ സൂര്യപ്രകാശം ഇല്ലാതാവുന്നില്ല. ഓരോ പരമാണുവിലും ഓരോ ജീവസത്തയിലും, അതായത് ഓരോ ഭൗതിക പദാർത്ഥത്തിലും സൂര്യനുണ്ട്. ഉദാഹരണത്തിന് തടി എടുക്കുന്നു. ഈ തടി കത്തണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് സൂര്യ അംശം ഉണ്ടായിരിക്കണം. സൂര്യ അംശം എന്താണ്? സൂര്യന്റെ അംശം എന്താണ്? സൂര്യപ്രകാശം, എനർജി, ഒരു ചൂട്. ഈ ചൂടുണ്ടെങ്കിൽ നമ്മൾ ഈ തടി ഉണ്ടെങ്കിൽ, ഈ തടിക്ക് കത്തണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് സൂര്യന്റെ സാന്നിധ്യം ഉണ്ടാവണം. സൂര്യന്റെ സാന്നിധ്യം ഉണ്ടെന്ന് പറഞ്ഞാൽ തടിയിൽ സൂര്യപ്രകാശം അല്ലെങ്കിൽ ചൂടുണ്ടാവണം, താപം ഉണ്ടാവണം, ചൂടുണ്ടാവണം. അപ്പോൾ ഈ തടി കത്തും. ഇനി ഒരു പച്ച വിറകെടുത്ത് കത്തുമോ? കത്തില്ല, പാടാണ്. അപ്പം ഒരു അടുക്കളയിൽ, ഇപ്പം ഞാൻ അടുക്കളയിലേക്ക് കൊണ്ടുപോവുകയാണ്. പ്രഭുപാദര് കഴിഞ്ഞ ശ്ലോകത്തിൽ അടുക്കളയുടെ കാര്യം പറഞ്ഞതുകൊണ്ട് അടുക്കളയിലോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പൊ സാധാരണ അടുപ്പിൽ, നമ്മുടെ നാട്ടിലുള്ള ഒരു അടുപ്പിൽ എടുത്തു കഴിഞ്ഞാൽ പച്ചവിറകാണ് കൂടുതൽ ഇരിക്കുന്നത്. ഇത് കത്തിക്കുകയും വേണം. എന്ത് ചെയ്യും? നമ്മൾ 2 ഉണക്ക കഷ്ണം കൂടി എടുത്തു വെക്കും, ഇല്ലേ? 2 ഉണക്ക കഷ്ണം എടുത്തു വെച്ചിട്ട് നമ്മൾ ഈ പച്ചവിറകിനെ കത്തിക്കാൻ ഒരു സഹായം കൊടുക്കും. ശരിയല്ലേ? കത്തില്ലല്ലോ. എന്തോ? എല്ലാരും കത്തില്ല. പക്ഷെ എങ്കിലും നമ്മൾ എടുത്തു വെക്കില്ലേ? എടുത്തു വെച്ചിട്ട് ഈ വിറകിനെ, ഈ ചൂടുള്ള ഉണങ്ങിയ വിറകിനെ കത്തിച്ചിട്ട് ആണ് പച്ചവിറക് കത്താൻ നോക്കുന്നത്, ഇല്ലേ? ശരിയല്ലേ? ഞാനതാണ് ഉദ്ദേശിച്ചത്, ഇല്ലേ? പച്ചവിറകിനെ കത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതായത് ഈ പച്ചവിറക് കത്തണമെന്നുണ്ടെങ്കിൽ ഈ ചൂടുള്ള ഈ ഉണങ്ങിയ വിറകിന്റെ സഹായം വേണം, ഇല്ലേ? എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മൾ പച്ചയാണ്. വിഷാംശങ്ങൾ നിറഞ്ഞതാണ് നമ്മുടെ ഭൗതിക ശരീരം. നമ്മൾ വെറും പച്ചയാണ്. നമ്മൾ ഭഗവാന്റെ ചൈതന്യം നമ്മളിൽ വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെയാണ് സത്സംഗം എന്ന് പറയുന്നത്. സൂര്യപ്രകാശമേറ്റ ആ വിറക് പോലെ പരിപക്വമായ ഒരു സാധു സംഘം നമുക്ക് ആവശ്യമാണ്. കാര്യം നമ്മുടെ ശരീരം പച്ചയാണ്. ഈ പച്ചയായ ശരീരത്തെ നമുക്ക് പാകമാക്കി എടുത്ത് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ആ സൂര്യപ്രകാശമേറ്റ ഒരു വിറകിന്റെ സഹായം, സാധു സംഘത്തിന്റെ സഹായം, ഒരു ഗുരുവിന്റെ സഹായം ആവശ്യം. അതുപോലെ തന്നെ ഈ സൂര്യൻ ഒരിക്കലും നശിക്കാത്ത ഒന്നാണ്. ഏത് രാജ്യത്ത് പോയി കഴിഞ്ഞാലും സൂര്യനെ കാണാൻ പറ്റും. അല്ലാതെ പണ്ടത്തെ ചില കമ്മ്യൂണിറ്റി പറഞ്ഞതിന്റെ കൂട്ട് സൂര്യൻ ഉറങ്ങാൻ പോയത് കൊണ്ട് ഇന്ന് ഇന്ത്യയിലോ ഇരുട്ടായി, നിങ്ങളും ഉറങ്ങിക്കോളൂ, ഇനി സൂര്യൻ ഉറങ്ങിയിട്ട് വരണം എന്ന് പറയുന്ന പോലെ. അപ്പൊ അമേരിക്ക സൂര്യൻ ഉറങ്ങിയിരിക്കുക? എത്ര വിഡ്ഢിത്തരമായ കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഇവിടെ ആദ്യമേ പ്രഭുപാദര് പറഞ്ഞത് തത്വദർശികൾ, ഭഗവാൻ പറഞ്ഞത് തത്വദർശികൾ ഇതിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം നശിക്കാത്ത ഒന്നതിനെ കുറിച്ച് സൂര്യൻ നമ്മുടെ കണ്ണിൽ നിന്ന് അപ്രത്യക്ഷമായി, അശോ ഇരുട്ടായല്ലോ, ഇനി എന്ത് ചെയ്യും ഭഗവാനെ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ കരയുന്നില്ല. കാര്യം നമുക്കറിയാം സൂര്യൻ അടുത്ത ദിവസം എന്ന് പറഞ്ഞ പകൽ എന്ന് പറയുന്നത് സൂര്യൻ്റെതാണ്, സൂര്യൻ വരും. അതുപോലെ നമ്മുടെ ആത്മാവ് നശിക്കുന്നില്ല. ഈ ശരീരം ഉപേക്ഷിക്കുന്നതേ ഉള്ളൂ. നമ്മുടെ ആത്മാവ് ശാശ്വതമാണ്. അത് അടുത്ത ശരീരത്തിലേക്ക് തേടിപ്പോകും. അപ്പൊ ആ ശരീരം ഏതാണെന്ന് നമ്മളാണ് ഈ ജീവിതത്തിൽ ചൂസ് ചെയ്യേണ്ടത്. നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ, നമ്മുടെ ദൈനംദിന കാര്യങ്ങൾ, കർമ്മങ്ങളിലൂടെയാണ് അടുത്ത ശരീരത്തെ നമ്മൾ ചോയ്സ് ചെയ്യുന്നത്. ഹരേ കൃഷ്ണ. ഇതിനെക്കുറിച്ചുള്ള വാദപ്രതിവാദങ്ങളിലേക്ക് സ്വാഗതം. ഹരേ കൃഷ്ണ. സ്മിതമാതാജി പറഞ്ഞോളൂ. അത് കഴിഞ്ഞിട്ട് സുശീം പ്രഭുവിന്റെ അടുത്ത് പോകാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. എനിക്ക് ഇതിനെ കുറിച്ചല്ല പറയാനുള്ളത്. ഞാന്
ഇന്ന് രഥസപ്തമിയാണെന്ന് പറഞ്ഞ് ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. വിചാരിക്കുന്നു എല്ലാവരും അറ്റ്ലീസ്റ്റ് ആദിത്യ ഹൃദയ സ്തോത്രം ചൊല്ലിയിട്ടുണ്ടാവും അല്ലെങ്കിൽ നോക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇന്ന് രാവിലെ ക്ലാസ്സിന് പറയുന്നുണ്ടായിരുന്നു മറ്റേ ശ്രീനിവാസ് ആ ഡേറ്റയുടെ അവിടെ ഇന്ന് ബ്രഹ്മോത്സവമാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഞാനിന്ന് യൂട്യൂബിൽ നോക്കിയപ്പോ നല്ല ഭംഗിയായിട്ട് ഭഗവാനെ രഥത്തില് ഡെക്കറേറ്റ് ചെയ്ത് ഭൂദേവിയും ശ്രീദേവിയും കൂടെയുള്ള ആ ഡേറ്റ് ഡെക്കറേറ്റ് ചെയ്തിട്ട് രഥത്തിൽ എവിടത്തെയാണ്? വെങ്കടേശ്വര ശ്രീനിവാസൻ തിരുപ്പതി. അതെ. അപ്പൊ ഞാൻ കണ്ടു യൂട്യൂബിൽ അത് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് ഭഗവാന്റെ ദർശൻ രഥോത്സവത്തിന്റെ ദർശൻ നമുക്ക് കാണാൻ പറ്റും. കണ്ടു തിരുമല ലൈവ് എന്ന് പറഞ്ഞിട്ട് രഥസപ്തമി എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അറ്റ്ലീസ്റ്റ് അത് 9 hours ആ ഫുൾ പ്രോഗ്രാം അവര് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് അറ്റ്ലീസ്റ്റ് നമുക്ക് കുറച്ചു നേരം ഭഗവാന്റെ ദർശനം നമുക്ക് എടുക്കാം യൂട്യൂബ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. എടുത്തു വെച്ചേരെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഒരു 5 minute നമുക്ക് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാൻ സമയത്ത് നമുക്ക് ഒരുമിച്ചിരുന്ന് കാണാം. എടുത്തു വെച്ചേരെ 5 minute. എനിക്ക് ഇനി പറയാനുള്ളത് വരുന്ന ഈ കമ്മിങ് വീക്കില് വരാഹ ദ്വാദശി ഉണ്ട്, അതുപോലെ തന്നെ നിത്യാനന്ദ ത്രയോദശി ഉണ്ട്. അപ്പൊ സുമാജി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എന്തെങ്കിലും ഫെസ്റ്റിവൽ വരികയാണെന്നുണ്ടെങ്കിൽ അതിന് മുന്നിത്തിരി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫെസ്റ്റിവലിന്റെ ദിവസം കുറച്ചുകൂടെ ഭഗവാന്റെ അടുത്ത് റിലേറ്റഡ് ആയിട്ട് നിൽക്കാൻ നമുക്ക് പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഞാൻ വിചാരിച്ചു അതിനെ കുറിച്ച് ചെറുതായിട്ട് എന്തെങ്കിലും പറയാം. അപ്പോ വരാഹദേവ് അപ്പിയർ ചെയ്തിട്ട് ഭൂമി ദേവിയെ എടുത്ത് തിരിച്ച് ഗർഭോദക കടലിൽ വീണിട്ടുണ്ടായിരുന്ന ഭൂമി ദേവിയെ എടുത്ത് തിരിച്ച് സ്ഥാനത്ത് വെക്കുകയും ഹിരണ്യാക്ഷനെ വധിക്കുകയാണ് ചെയ്യുന്നത് ഈ വരാഹദേവന്റെ അപ്പിയറൻസ്. വരാഹദേവന്റെ അപ്പിയറൻസ് നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, ഭഗവാൻ ഏത് രൂപത്തിൽ അവതരിച്ചാലും ഭഗവാനാണ്. അപ്പൊ ഭഗവാന്റെ ഇഷ്ടത്തിനാണ് ഭഗവാൻ ഓരോ രൂപങ്ങളിൽ അവതരിക്കുന്നത്. അപ്പൊ ഒരിക്കലും നമ്മൾ ചിന്തിക്കാൻ പാടില്ല സാധാരണ ഇപ്പൊ കൂർമ്മമായിട്ട് ജനിച്ചു അല്ലെങ്കിൽ കൂർമ്മമായിട്ട് അപ്പിയർ ആയി അല്ലെങ്കിൽ മത്സ്യമായിട്ട് അപ്പിയർ ആയി ബോർ അല്ലെങ്കിൽ വരാഹമായിട്ട് അപ്പിയർ ആയി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത് ഭഗവാന്റെ അപ്പിയറൻസും ഭഗവാന്റെ ബോഡിയും നമ്മളുടെ പോലെ മെറ്റീരിയൽ ആണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഭഗവാൻ ഓരോ ഇപ്പൊ എപ്പോ അവതരിക്കുമ്പോഴും ഭഗവാൻ എന്തെങ്കിലും അവരവരുടെ ഡിവോട്ടീസിന് വേണ്ടിയിട്ട് ചെയ്യാനായിരിക്കും ഭഗവാൻ അപ്പിയർ ആവുക. ആ സമയത്ത് ഭഗവാൻ ഏതാണോ ഇഷ്ടം ആ രൂപത്തിൽ ഭഗവാൻ അവതരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരിക്കലും നമ്മളുടെ അപ്പിയറൻസും പ്രഭു ഇപ്പൊ പറഞ്ഞ പോലെ നമ്മളുടെ അപ്പിയറൻസും ഭഗവാന്റെ നമ്മൾ ജനിക്കുന്നതും ഭഗവാൻ അപ്പിയർ ആവുന്നതും ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഇപ്പൊ പ്രഭു ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ നമ്മളുടെ കർമ്മങ്ങൾക്കനുസരിച്ചുള്ള ബോഡിയാണ് നമുക്ക് നെക്സ്റ്റ് ലൈഫിൽ കിട്ടാൻ പോകുന്നത്. പക്ഷെ ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ഇഷ്ടത്തിന് ഭഗവാന് എവിടെ അപ്പിയർ ആവണമെന്ന് തോന്നുന്നു, ഏത് ശരീരത്തിൽ അപ്പിയർ ആവണമെന്ന് തോന്നുന്നു ഭഗവാൻ ആ സമയത്ത് അപ്പിയർ ആവുന്നു. ഇനി ശ്രീമദ് ഭാഗവതത്തില് 3ാമത്തെ കാൻറ്റോയില് 13ാമത്തെ ചാപ്റ്റർ ആണ് വരാഹദേവന്റെ അപ്പിയറൻസിനെ കുറിച്ചിട്ട് പറയുന്നത്. ആ ചാപ്റ്ററിൽ 50 ശ്ലോകങ്ങളുണ്ട്. പറ്റുകയാണെന്നുണ്ടെങ്കിൽ വായിക്കാൻ ശ്രമിക്കുക. ഇനി നിത്യാനന്ദ ത്രയോദശി ഇപ്പൊ പ്രഭു നേരത്തെ പറഞ്ഞതേ ഉള്ളൂ ഭഗവാനെ കുറിച്ചും ബൽറാമിനെ കുറിച്ചും ഒക്കെ. ഭഗവാന്റെ കൃഷ്ണന്റെ ഫസ്റ്റ് എക്സ്പാൻഷൻ ആണ് ബൽറാം എന്ന് പറയുന്നത്. ആൻഡ് സ്ക്രിപ്റ്റേഴ്സിൽ പറയുന്നത് ബൽറാമും ഭഗവാനും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അതേസമയം ഭഗവാന്റെ സന്ധിനി ശക്തി അല്ലെങ്കിൽ ഗുരുതത്വമാണ് ബൽറാം. അപ്പോ എല്ലാ ഒപ്പുലൻസും ഭഗവാന്റെ പോലെ തന്നെ ഉണ്ട്. പക്ഷെ ഒരു കാര്യം വ്യത്യാസമുള്ളത് എന്താണ്, ഭഗവാൻ മേഘശ്യാമമാണ്. പക്ഷെ ബൽറാം എന്ന് പറഞ്ഞാൽ സ്പ്രിംഗ് ക്ലൗഡ്, അതായത് വളരെ വെളുത്ത കളറിലാണ് ബൽറാം ഉള്ളത്. ആൻഡ് രണ്ടുപേരും തമ്മിലുള്ള വേറെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണ
അക്സെപ്റ്റ്സ് സർവീസ്, അതായത് ഭഗവാന് വേണ്ടി നമ്മൾ സേവ ചെയ്യുമ്പോൾ ഭഗവാൻ അത് സ്വീകരിക്കുന്നു. എന്നാൽ ബൽറാമിന്റെ മൂഡ് എന്താണ്? എപ്പോഴും ഭഗവാനെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഭഗവാൻ എങ്ങനെയാണ്? ഭഗവാൻ നമ്മുടെ അടുത്ത് നിന്ന് സർവീസ് അക്സെപ്റ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. ബൽറാം എന്താണ് ചെയ്യുന്നത്? ബൽറാം ഭഗവാനെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് അവര് തമ്മിലുള്ള ഒരു വ്യത്യാസം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭഗവാന്റെ ഇഷ്ടത്തിനാണ്, സ്വന്തം സ്വീറ്റ് വില്ലിന് ആണ് നമ്മളുടെ എന്താ പറയാ ഭൂമിയിൽ അവതരിക്കുന്നത്. അതേസമയം നമ്മളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ചിട്ടാണ് നമുക്ക് ബോഡി കിട്ടുക. ഇനി ഈ കലിയുഗത്തില് ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവായി അവതരിച്ചപ്പോ ബൽറാം എന്ത് മാനിഫെസ്റ്റ് ചെയ്തത്? നിത്യാനന്ദ പ്രഭുവായിട്ടാണ്. ആൻഡ് ഈ നിത്യാനന്ദ പ്രഭു അപ്പിയർ ആയത് ഏകചക്ര എന്ന് പറയുന്ന സ്ഥലത്താണ്. മഹാപ്രഭു അപ്പിയർ ആയത് മായപൂരാണ്. ഈ മായപൂരിന്ന് കുറച്ച് ഒരു 150 കിലോമീറ്റർ വിട്ടിട്ടാണ് ഈ ഏകചക്ര എന്ന് പറയുന്ന സ്ഥലം. ചൈതന്യ മഹാപ്രഭു നിത്യാനന്ദ പ്രഭുവിന്റെ അടുത്തും ഹരിദാസ് ഠാക്കൂറിന്റെ അടുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരോടും ജപിക്കാൻ എല്ലാവരോടും പറയണം. അപ്പോ ഭഗവാന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം, ചൈതന്യ മഹാപ്രഭുവിന്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരം നിത്യാനന്ദ പ്രഭുവും ഹരിദാസ് ഠാക്കൂറും കൂടെ എല്ലാ വീടുകളിലും പോയിട്ട് അവരുടെ കാല് പിടിച്ചിട്ട് പറയുമായിരുന്നു, പ്ലീസ് ഹരേ കൃഷ്ണ ജപിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗുരു തത്വമാണ് നിത്യാനന്ദ പ്രഭു. അപ്പൊ നമ്മൾക്ക് ഭഗവാന്റെ അടുത്ത് എത്തണം എന്നുണ്ടെങ്കിൽ, ഇപ്പൊ പ്രഭു പറഞ്ഞതേ ഉള്ളൂ ഗുരുവിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച്. നമ്മൾക്ക് ഭഗവാന്റെ അടുത്ത് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു ഗുരു ആവശ്യമാണ്. അപ്പൊ നമ്മൾ നിത്യാനന്ദ ത്രയോദശി വരുമ്പോ നമ്മൾ നിത്യാനന്ദ പ്രഭുവിനോട് പ്രാർത്ഥിക്കുക. കാരണം ഈ നിത്യാനന്ദ പ്രഭു എന്ന് പറയുന്നത് ഗുരു തത്വമാണ്. അപ്പോ നമ്മൾ പറയുക, നിത്യാനന്ദ പ്രഭുവിന്റെ അടുത്ത് പ്രാർത്ഥിക്കുക, നമുക്ക് ഭഗവാന്റെ അടുത്ത് എത്താൻ ഉള്ള അവസരം ഉണ്ടാവട്ടെ എന്ന്. നിത്യാനന്ദ പ്രഭുവിന്റെ അനുഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു നല്ല ഗുരുവിനെ കിട്ടാനും അതുപോലെ തന്നെ നമ്മൾക്ക് സ്പിരിച്വൽ പ്രോഗ്രസ് ഉണ്ടാവാനും സഹായിക്കും. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ മാതാജി, താങ്ക് യു. ചെറിയ സമയത്തിനുള്ളിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇതെന്താണ് മാതാജി വെള്ളിയാഴ്ച വരുന്നത്? ഒന്ന് വരാഹ ദ്വാദശി, ഏകാദശി വരുന്നുണ്ട്. ഏകാദശിയുടെ പിറ്റേ ദിവസം ദ്വാദശി ഉണ്ടല്ലോ, അത് വരാഹ ദ്വാദശി, അതായത് വരാഹദേവൻ പ്രത്യക്ഷപ്പെട്ട ദിവസമാണ്. അതേപോലെ തന്നെ നിത്യാനന്ദ ത്രയോദശി. നിത്യാനന്ദ ത്രയോദശി പറഞ്ഞാൽ ബൽറാമിന്റെ അവതാരമാണ് നിത്യാനന്ദൻ. ആ നിത്യാനന്ദന്റെ അപ്പിയറൻസ് ഡേ, പ്രത്യക്ഷപ്പെട്ട ദിവസമാണ് ത്രയോദശിയുടെ അന്ന്. ഹരേ കൃഷ്ണ. വരാഹ അവതാര ദിനം, അത് കഴിഞ്ഞിട്ട് നിത്യാനന്ദ പ്രഭുവിന്റെ ദിനം. ഘനശ്യാം കൃഷ്ണ, ഹരേ കൃഷ്ണ. ഘനശ്യാം കേൾക്കുന്നുണ്ടോ? ഘനശ്യാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അഹം സർവസ്യ പ്രഭവോ. അഹം സർവസ്യ പ്രഭവോ മത്തഃ സർവം പ്രവർത്തതേ ജിമത്വം ഭജന്തേ മാം ഉദാഭാവ സമന്വിതാഃ. സതിശ്ലോകി ഭാഗവത്തിന്റെ, ഹരേ കൃഷ്ണ, താങ്ക് യു. സതിശ്ലോകി ഭാഗവത്തിന്റെ ആദ്യത്തെ ശ്ലോകമാണ് അഹം സർവസ്യ പ്രഭവോ മത്ത സർവം പ്രവർത്തതേ ഇതി മത്വാ ഭജന്തേ മാം ബുധാഭാവ സമന്വിതാഃ. ഈ ആധ്യാത്മിക ഭൗതിക ലോകങ്ങളുടെ ഉറവിടം ഞാനാണ്. ഇത് അറിയുന്ന ബുദ്ധിമാന്മാർ എന്റെ അടുത്ത് വരികയും എന്നെ ഉപാസിക്കുകയും ചെയ്യും. ഇത്രയേ ഉള്ളു കാര്യം. ഹരേ കൃഷ്ണ. സുശിംപ്രഭു, ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് ആക്ഷേപങ്ങളോ അഭിപ്രായങ്ങളോ ഫർദർ എക്സ്പ്ലനേഷനോ എന്തോ വേണമെങ്കിലും പറയാം. ഹരേ കൃഷ്ണ. പ്രഭു സൂര്യന്റെയും ചന്ദ്രന്റെയും കാര്യം പറഞ്ഞതുകൊണ്ട് അതിന്റെ വേറൊരു കോണ്ടെക്സ്റ്റൂടെ ഞാൻ പറയാം. 15-13 ശ്ലോകം. ഗാമാഭിഷ്യജ ഭൂതാനി ധാരായാമ്യഹ മോജസ പുഷ്ണാമി ചൗഷധി സർവോ സോമോ ഭൂത്വാ രസാത്മകഃ. അതായത് ഞാൻ ഓരോ ഗ്രഹത്തിലും ഉൾപ്പൂകി അവയെ എൻ്റെ ശക്തി കൊണ്ട് ഭ്രമണപഥത്തിൽ നിലനിർത്തുന്നു. ഞാൻ തന്നെ ചന്ദ്രനായി തീർന്ന് എല്ലാ സസ്യങ്ങൾക്കും ജീവരസം പകരുന്നു. അതായത് ഈ സസ്യങ്ങൾക്ക് പ്രോട്ടീൻ നൽകുന്നത് ചന്ദ്രൻ, മൂൺലൈറ്റ് എന്നാണ്, സൺലൈറ്റ് എന്നല്ല. മൂൺലൈറ്റിൽ ഇങ്ങനെ പിന്നെ പാഡി ഫീൽഡൊക്കെ നിന്ന് ഒലയുന്ന കാണാമല്ലോ ഇടയ്ക്ക്. ദിസ് ഇസ് വാട്ട് ഇറ്റ് ഈസ്. ജീവരസം എന്ന് ഉദ്ദേശിക്കുന്നത് പ്രോട്ടീനാണ്. ഞാൻ തന്നെ ചന്ദ്രനായി തീർന്ന് എല്ലാ സസ്യങ്ങൾക്കും ജീവരസം പകരുന്നു പറയുന്നുണ്ട് ഭഗവാൻ. പിന്നെ ഗ്രഹങ്ങളൊക്കെ നിർത്തുന്നത് ഭഗവാനാണെന്ന് പറയുന്നു. അപ്പം
ഈ ചന്ദ്രന് പകരം LED ബൾബ് കൊടുത്തു എങ്ങനെ ഇരിക്കും കാര്യം? ഇതറിയാത്ത, ഞാൻ പറഞ്ഞത് വെറുതെ ഒന്നുമല്ല, ഇത് അറിയാത്ത അസുരന്മാർ, ആസുരിയമായ ജനിച്ചവരുടെ രാജ്യമായ ചൈനയിൽ നിന്ന് അതടുത്താണ്. ഇത് ചന്ദ്രനെ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ വിചാരിക്കുമ്പോൾ രാത്രി പ്രകാശിക്കണം, ഫുള്ള് LED കൊടുക്കാനുള്ള ഒരു പഠനം, ഒരു ഗവേഷണം അവിടെ ചെയ്തു. എങ്ങനെ ഇരിക്കുമെന്നറിയാം. സന്തുലിതാവസ്ഥ മൊത്തവും തെറ്റിക്കുന്ന ഒരു രാജ്യം ലോകത്തിന്റെ. ഹരേ കൃഷ്ണ. ഫുള്ള് ഇപ്പം ഇവിടെ പറഞ്ഞോളൂ പ്രഭു, ശിശും പ്രഭു. അല്ല, ഭാവാർത്ഥം കൂടെ ഞാൻ വായിക്കാം, വളരെ ക്ലിയർ ആയിട്ട് അതിനകത്തുണ്ട്. സർവ്വഗ്രഹങ്ങളും വായുമണ്ഡലത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഈശ്വര ശക്തിയാലാണ്. ഓരോ ഗ്രഹങ്ങളിലും ഓരോ ജീവിയിലും ഓരോ അണുവിലുമുണ്ട് ഈശ്വര സാന്നിധ്യം. പരമപുരുഷന്റെ ഒരു പൂർണ്ണാംശമായ പരമാത്മാവ് ഗ്രഹങ്ങളിലും വിശ്വത്തിലും ജീവസത്തയിലും പരമാണുവിൽ പോലും ഉൾച്ചേർന്നിട്ടുണ്ടെന്ന് ബ്രഹ്മസംഹിതയിൽ പറയുന്നു. ഇവിടുത്തെ ഈ അധിവേശത്തിലാണ് ഓരോ ഒന്നിനും ഉചിതമായ ആവിഷ്കാരം ഉണ്ടാകുന്നു. ജീവാത്മാവ് ശരീരത്തിലായിരിക്കുന്നത് കൊണ്ടാണല്ലോ ശരീരത്തിന് വെള്ളത്തിന് മീതെ പൊങ്ങിക്കിടക്കാൻ കഴിയുന്നത്. ആ ജീവാംശം നഷ്ടപ്പെട്ടാൽ ദേഹം മുങ്ങുന്നു. ജീർണിച്ചു കഴിഞ്ഞാൽ വക്കോൽ തുരുമ്പ് പോലെ പൊങ്ങിക്കിടക്കും. എങ്കിലും മരിച്ച ഉടൻ മുങ്ങിപ്പോവുക തന്നെയാണ് പതിവ്. അങ്ങനെ ഗ്രഹങ്ങളെല്ലാം ശൂന്യാകാശത്തിൽ ഒഴുകി നടക്കുന്നത് ഭഗവാന്റെ പരമശക്തി അന്തർഭവിച്ചിട്ടുള്ളത് കൊണ്ടാണ്. ആ ശക്തി ഒരു പിടി മണ്ണിനെ എന്ന പോലെ ഓരോ ഗ്രഹത്തിനെയും പുലർത്തിപ്പോരുന്നു. ഒരാൾ കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുന്ന മണ്ണ് താഴെ വീഴാൻ സാധ്യതയില്ല, പക്ഷേ അത് കാറ്റത്തെറിയുകയാണെങ്കിൽ വീണ് ചിതറിപ്പോവും. അതുപോലെ വായുവിൽ നീന്തി നടക്കുന്ന ഈ ഗ്രഹങ്ങളെല്ലാം വിശ്വരൂപിയായ ഭഗവാന്റെ മുഷ്ടിക്കകത്താണ്. സർവ്വചരാചരങ്ങളിലും സ്വസ്ഥാനങ്ങളിൽ സ്ഥിതി ചെയ്യുന്നത് ഭഗവാന്റെ ശക്തിയാലും പ്രഭാവത്താലും തന്നെ. സൂര്യൻ പ്രകാശിക്കുന്നതിന് ഗ്രഹഗോളങ്ങൾ ചലിക്കുന്നതിനും കാരണം ഭഗവാൻ മാത്രമാണ് വേദസൂക്തങ്ങളിൽ പ്രസ്താവിക്കുന്നുണ്ട്. ഇവിടുത്തെ സഹായമില്ലെങ്കിൽ ഈ ഗ്രഹങ്ങളെല്ലാം കാറ്റത്ത് പൊടി പോലെ പറന്നടിഞ്ഞു തീരും. ചെടികൾക്ക് ചന്ദ്രനിലൂടെ പോഷണം കിട്ടുന്നതിന് കാരണവും ഭഗവാനാണ്. ചന്ദ്രന്റെ സ്വാധീന ശക്തി മൂലം സസ്യങ്ങൾ സ്വാദുള്ളവയാകുന്നു. നിലാവില്ലാതെ സസ്യങ്ങൾ വളരുവാനോ സ്വാദിഷ്ടമാകാനോ കഴിയില്ല. അങ്ങനെ ഭഗവതത്വങ്ങളായ വിഭവങ്ങളുടെ സഹായത്താലാണ് മനുഷ്യവർഗം സുഖമായി ജീവിക്കുന്നതും ഭക്ഷിക്കുന്നതും പ്രവർത്തിക്കുന്നതും. ആ സഹായം കൂടാതെ നമുക്ക് ജീവിക്കാനാവില്ല. രസാത്മകം എന്ന വാക്ക് ശ്രദ്ധേയമാണ്. ഭഗവാനിഷ്ടമായ തേജസ്സിന്റെ പ്രഭാവത്താൽ ഏതൊന്നും ആസ്വാദ്യകരമായി തീരും. ചന്ദ്രൻ രസം, ഫുഡിന്റെ ടേസ്റ്റ്. രസോ അഹമപ്സു കൗന്ദേയ അല്ലേ? രസോ അഹമപ്സു കൗന്ദേയ. പിന്നെ വീണ്ടും അതിന്റെ കണക്കുള്ള ശ്ലോകമാണ്. രഘോ അഹമപ്സു കൗന്ദേയ സൂര്യാസ്മി. എന്താണ് ആ ശ്ലോകം ഫുള്ള്? വായിച്ചോളൂ മാതാജി, ചൊല്ലിക്കോളൂ. പ്രണവ സർവവേദേഷു ശബ്ദാഖേ പൗരുഷം നൃഷു. അതിന്റെ അർത്ഥം കൂടെ. സൂര്യചന്ദ്രന്മാരുടെ സുമാരി, ഇതാണ് നമ്മുടെ പ്രശ്നം. നമ്മള് എന്തെങ്കിലും അല്ലെങ്കിൽ എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ അങ്ങോട്ടങ്ങ് ചോദിക്കും. ധരിക്കരുത് ഞാൻ അറിഞ്ഞിട്ട് ചോദിക്കുന്നതാണെന്ന് കേട്ടോ. എനിക്ക് അറിയാത്തോണ്ട് അങ്ങോട്ട് ചോദിക്കുന്നതാണ്. മ്യൂട്ട്. ഇപ്പൊ ചാപ്റ്റർ 7 ടെക്സ്റ്റ് 8 ആണ് ഈ പറഞ്ഞത്. ഭഗവത്ഗീതയിലെ 7ാമത്തെ അധ്യായത്തിലെ 8ാമത്തെ ശ്ലോകമാണ് കുറിച്ചു വെച്ചത്. ഓ son of Kundi, I am the taste of water, the light of the sun and the moon, the syllable Om in Vedic mantras. I am the sound in ether and ability in man. ഉത്തരം ക്ലിയർ ആണ്. സൂര്യചന്ദ്രന്മാരുടെ പ്രഭയും ജലത്തിന്റെ ടേസ്റ്റും പ്രണവം ഓം എന്ന ഓംകാരവും ഞാൻ തന്നെയാണ്. ഇതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ എന്തിനു വേണം? ഹരേ കൃഷ്ണ. ശ്രീരഞ്ജിനി, ഹരേ കൃഷ്ണ, കേൾക്കുന്നുണ്ടോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, കേൾക്കുന്നുണ്ട്. എന്നാ പറയൂ, എന്തു മനസ്സിലാക്കി, അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടോ? ഹരേ കൃഷ്ണ. പറഞ്ഞോളൂ. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മീരാജി. പ്രഭു ഒന്നും പറയാനില്ലേ പ്രഭു പ്രത്യേകിച്ച്? എങ്കിലും ഒരു ഇത്തിരി പറയാനുണ്ടാവും.
എങ്കിലും നമ്മൾ വായിക്കുമ്പം എന്തെങ്കിലും ഒന്ന് തോന്നും മനസ്സിൽ, എന്തെങ്കിലും ഒന്ന് തോന്നും, ഒരു മിന്നായം പോലെ. ഇല്ല പ്രഭു, അങ്ങനെ ഇപ്പൊ ഒന്നും ഇതിന്റെ അർത്ഥം മനസ്സിലായി മാത്രം തന്നെയുള്ളൂ. അങ്ങനെ ഇതൊരു മിന്നായമാണ്. ആ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി, അത് തോന്നി. ഏകദേശം കാര്യങ്ങൾ നമ്മൾ മനസ്സിലായി വരുന്നു. എന്താണ് സംഭവം, ഈ ഭഗവത്ഗീത എന്നൊരു ശാസ്ത്രം എന്താണ്, ഇല്ലേ? നമ്മുടെയൊക്കെ നിലനിൽപ്പ് എങ്ങനെയാണ്, ആരുമായിട്ടാണ് കണക്ഷൻ എന്നൊക്കെ ഒരു കാര്യങ്ങൾ നമ്മൾ ഏറെക്കുറെ മനസ്സിലായി വരുന്നുണ്ട്, അല്ലേ? ഞാനും അങ്ങനെ തന്നെയാണ് വായിച്ചു വരുമ്പോഴാണ് മനസ്സിലായി വരുന്നത്. ഞാൻ ഈ വായിക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഞാനിവിടെ ഇരുന്ന് പറയുന്നത് കൊണ്ട് എനിക്കെല്ലാം അറിഞ്ഞിട്ടാണെന്ന് വിചാരിക്കരുത്, തെറ്റിദ്ധരിക്കരുത് കേട്ടോ. വായിച്ചു വരുമ്പം മാത്രമാണ്. അപ്പൊ വായിച്ചു വരുമ്പം വായിക്കുന്നതിന്റെ കൂട്ടത്തിൽ ചിന്തിക്കും, പിറന്നോട്ട് ചിന്തിക്കും. ചിന്തിക്കുമ്പം ശരിയാണല്ലോ എന്ന് തോന്നും. ഇത്രയേ ഉള്ളൂ വ്യത്യാസം, അതേ ഉള്ളൂ, അല്ല വേറൊന്നുമില്ല. സുമാജി പറയൂ. പ്രത്യേകിച്ചൊന്നുമില്ല പ്രഭു. ഭഗവാനെ അങ്ങോട്ട് എടുത്തോളൂ എന്ന് പറയുമ്പോ അത് എന്തെല്ലാം ക്വാളിറ്റി വേണമെന്നൊക്കെ മനസ്സിലായി. അപ്പൊ അവിടെ അതെ, തീർച്ചയായിട്ടും നമ്മൾ അത് ചിന്തിക്കണം. പറയാൻ പാടില്ല എന്ന് മനസ്സിലായി ഇന്നത്തെ ക്ലാസ് കൊണ്ട്. നമുക്ക് പറയാൻ പറ്റും, തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റും. അപ്പൊ നമ്മുടെ ആദ്യത്തെ ശ്ലോകം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു. ധിയാംബ ശ്രീയാംബതിർ യജ്ഞപതിർ ലോകപതി. സ്മിതമാതാജി, സുധീർ പ്രഭു, ഏതാ ശ്ലോകം? ശ്രീയാപതിർ യജ്ഞപതിർ ലോകപതിർ. കുട്ടികളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ പറയും. ശ്രീയാപതിർ യജ്ഞപതി മൂന്നാമത്തെ അധ്യായത്തിലുണ്ട്. 11ാമത്തെ ശ്ലോകം എന്തോ 2:4:20. ഓക്കെ. ശ്രീയാപതിർ യജ്ഞപതിർ പ്രജാപതിർ ധിയാംപതിർ ലോകപതിർ ധരാപതി. പിന്നെ പതിർഗതിച്ഛാന്തക വൃഷ്ണി സാത്വിതാം പ്രസീദതാം മേ ഭഗവാൻ സദാം പ്രതി. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഈ ശ്ലോകം പ്രാർത്ഥനയിൽ പെടുത്തണം. കാര്യം ശ്രീയാപതിർ യജ്ഞപതിർ പ്രജാപതിർ ധിയാംപതിർ ലോകപതിർ ധരാംപതി പതിർഗതിച്ഛാന്തക വിഷ്ണു സാത്വതാം പ്രസീദതാം മേ ഭഗവൻ സദാം പതി. മലയാളം അർത്ഥം സിമി മാതാജി ചൊല്ലിക്കോളൂ. ശ്രീയപതിർ യജ്ഞപതി പ്രജാപതിർ ധിയാംപതിർ ലോകപതിർ ധരാപതി പതിർഗതിച്ഛാന്തക വൃഷ്ണി സാത്വതാം പ്രസീദതാം മേ ഭഗവാൻ സദാം പതി. മലയാള അർത്ഥം ഇല്ലേ? ഭാഗവതം ഇല്ലേ അവിടെ? എടുക്കണം ബ്രോ, എടുത്തോളൂ. May Lord Sri Krishna, who is the worshipable Lord of all devotees, the protector of glory of all the kings like Andaga and Vrishni of the Yadu dynasty, the husband of all goddess of fortune, ഭാഗ്യദേവയുടെ ഭർത്താവാണ്, പതിയാണ്, നാഥനാണ്, ഗാർഡിയനാണ്, the director of all sacrifices, എല്ലാത്തിന്റെയും യജ്ഞത്തിന്റെയും പതിയാണ്, therefore the leader of all living entities, എല്ലാ ജീവജാലങ്ങളുടെയും ലീഡറാണ്, ദ കൺട്രോൾ ഓഫ് ഇന്റലിജൻസ്, ബുദ്ധിയുടെ നിദാനമാണ്, ദ പ്രൊപ്പറേറ്റർ ഓഫ് ആർ പ്ലാനറ്റ്സ്, എല്ലാ ഗ്രഹങ്ങളുടെയും അധിപനാണ്, ആൻഡ് ദ സുപ്രീം ഇൻകാർണേഷൻ ഓൺ ദ എർത്ത്, ഭൂമിയിലെ പരിപൂർണ അവതാരമാണ്, ഭൂമിയുടെ പതിയാണ് കൃഷ്ണ. അങ്ങ് ഇങ്ങനെയൊക്കെയാണ്, അങ്ങ് ഇങ്ങനെയൊക്കെ ആയ ഭഗവാനെ കൃഷ്ണ, the supreme person, the please merciful upon me, ഭഗവാനെ കൃഷ്ണ അങ്ങ് ഇതെല്ലാമാണ്, എല്ലാത്തിന്റെയും പതിയാണ്, എന്നിൽ കൃപയുള്ളവനാകണമേ. എത്ര സുന്ദരമായ പ്രാർത്ഥനയാണ്. രാവിലെയും വൈകിട്ടും ഭഗവാനെ സ്തുതിക്കുക. അങ്ങനെയുള്ള ഭഗവാൻ കൃഷ്ണ എന്നിൽ കൃപയുള്ളവനാകണമേ, എന്റെ കൂടെ ഉണ്ടാവേണമേ കൃഷ്ണ. എത്ര സുന്ദരമായ പ്രാർത്ഥന. ഹരേ കൃഷ്ണ. മലയാളം എടുത്തോ? വായിച്ചോളൂ. എല്ലാ ഭക്തന്മാരുടെയും ആരാധ്യ ദേവനും യദുവംശത്തിലെ വൃഷ്ണിയുടെയും അന്തകനെയും പോലെയും
പോലെയുള്ള രാജാക്കന്മാരുടെയും കീർത്തിയും സംരക്ഷകനും ബാക്കി ദേവതമാരുടെയെല്ലാം പതിയും സർവയജ്ഞങ്ങളുടെയും അനുശാസകനായകയാൽ അഖില ജീവസത്തകളുടെയും അധിപനും സമസ്ത ജ്ഞാനത്തിന്റെയും നിയന്താവും ആത്മീയവും ഭൗതികവുമായ സർവ്വലോകങ്ങളുടെയും നാഥനും ഭൂമിയിലെ പരമ അവതാരവും എല്ലാറ്റിലും പരമവുമായ ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്നിൽ കൃപയുള്ളവനായിരിക്കട്ടെ. എന്നിൽ കൃപയുള്ളവനായിരിക്കട്ടെ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വാഞ്ചാകൽപതരൂഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഏകം ശാസ്ത്രം ദേവകി പുത്രഗീതം. സ്മിമാതാജി പെട്ടെന്ന് വായിച്ചു. एकं शास्त्रं देवकी पुत्रगीतम् एको देवो देवकी पुत्र एव एको मन्त्र तस्य नामानि यानि कर्माभि एकं तस्य देवस्य सेवा त्वमेव माता च पिता त्वमेव माता च पिता त्वमेव बन्धुश्च त्वमेव विद्या द्रविणं त्वमेव सर्वं मम देवदेवं कृष्णाय वासुदेवाय हरे परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः. कृष्णाय वासुदेवाय हरे देवकी नंदनाय नंदगोपकुमाराय गोविन्दाय नमो नमः. श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर गौर भक्तवृंद. हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे. लोका समस्ता सुखिनो भवन्तु. ओम शांति शांति शांति. हरे कृष्णा मीरा जी हरे कृष्णा, सुशील प्रभु हरे कृष्णा, सुमा जी हरे कृष्णा, श्रीरंजनी हरे कृष्णा, घनश्याम हरे कृष्णा, गोविंदनाथ प्रभु हरे कृष्णा. ഫൈനലി സ്മിത മാതാജി ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് സ്ക്രീൻ ഷെയർ ഇടട്ടെ. സ്മിത മാതാജി എടുത്തു വെച്ചോ. ഹരേ കൃഷ്ണ. അപ്പൊ നമുക്ക് 5 മിനിറ്റ് ആ തിരുമല ഒരുപാട് അതിനെ കുറിച്ച് ഒരുപാട് ഒരു ഹിസ്റ്റോറിക്കൽ സംഭവമാണ്. ഹരേ കൃഷ്ണ. ഓക്കെ, സ്ക്രീൻ ഷെയർ. ഓക്കെ മാതാജി ഹരേ കൃഷ്ണ. സമയമാകുമ്പോൾ ഞാൻ കട്ട് ഔട്ട് ചെയ്യും. ഹരേ കൃഷ്ണ. കാണുന്നുണ്ട്. പിന്നെ സൗണ്ട് ഇല്ല. സൗണ്ട് വേണ്ട, അവരുടെ തെലുങ്കിലുള്ളതാണ്. എന്നാലും ഒരു സുഖം. ഞാൻ കുറച്ച് തെലുങ്ക് അറിയാം. ഓഡിയോ വന്നില്ല. दशरथ नंदन गोविंद दशमुख मर्दन गोविंद गोविंद हरि गोविंद गोकुल नंदन गोविंद श्रीनिवास गोविंद श्री वेंकटेश गोविंद श्रीनिवास गोविंद श्री वेंकटेश गोविंद. पक्षिवाहन गोविंद पांडव प्रिय श्री गोविंद गोविंद हरि गोविंद गोकुल नंदन गोविंद श्रीनिवास गोविंद श्री वेंकटेश गोविंद. हे सदा सवितृमंडल मध्यवर्ती नारायण सरसिजासन सन्निविष्टः केयूरवान् मकर कुंडलवान् किरीटी हारी हिरण्मयवपु
ధృత శంఖ చక్ర. 12 మంది సూర్యుల మధ్య నిలిచినటువంటి శ్రీమన్నారాయణమూర్తి విశ్వమునకు చైతన్యాన్ని ప్రసాదించేటువంటి పరబ్రహ్మము. 12 మంది సూర్యులు కూడా విశ్వములో ఉండేటువంటి చేతనాచేతనముల్లో సప్త ధాతువులను పరిపూర్ణం చేస్తారు. 7 కొండలపై నిలిచిన ప్రపన్నజన కల్పద్రుమమైనటువంటి శ్రీ వెంకటేశ్వర స్వామివారు ఈనాడు రథసప్తమి నాడు ఈ విశ్వసృజన విశ్వములో అనంతమైనటువంటి ఆధ్యాత్మిక చైతన్యమును బాగా ప్రేరేపించాలని చెప్పి ఉద్యమించారు. ఈనాడు రథసప్తమి, సూర్య జయంతి. పురాణములను అనుసరించి సూర్య భగవానుడు రథమును అధిరోహించినటువంటి పరమ పవిత్రమైనటువంటి రోజు. అంతేకాదు సూర్య జయంతి, సూర్య భగవానుడు పరమాత్మ యొక్క అనుగ్రహం చేత లోకంలో ఆయన నేత్రమై ఉద్భవించినటువంటి రోజు కూడా. 7 కొండలపై నిలిచి అటు 7 లోకములను ఇటు 7 లోకములను రక్షించేటువంటి జాలిగుండెల వాడైనటువంటి స్వామివారి యొక్క సంకల్పము చేత సూర్యుడు ఈనాడు మహాఫలాలను ఇస్తూ ఉన్నాడు. ఆరోగ్యం, సత్కవిత్వం, మతిమతుల బలం, కాంతిం, ఆయు, ప్రకర్షం, విద్యాం, బుద్ధిం సుతమపి లభతే స్తోత్ర సూర్య ప్రసాదాత్. పురాణములన్నీ కూడా ముక్త కంఠంతో ఉద్ఘోషిస్తూ ఉన్నాయి. ఆరోగ్యం భాస్కరాదిచ్చేత్. సమస్తమైనటువంటి జీవ ధాతువులకు కూడా ఆరోగ్యమునిచ్చి పరిరక్షించేటువంటి వాడు సూర్యుడే. సూర్యమండల అంతర్వర్తి అయినటువంటి విశ్వస్థితికారకుడైనటువంటి శ్రీమన్నారాయణుడు సూర్య కిరణముల ద్వారా ఆరోగ్యాన్ని ఇస్తూ ఉన్నాడు. పరమ పవిత్రమైనటువంటి మాఘ శుద్ధ సప్తమి నాడు 7 వాహనములపై 7 కొండల స్వామి 7 కిరణములను లోకములో ఆరోగ్యకరంగా పంచేటువంటి రోజు ఇది. మాఘమాసం అంటే కేవలం పాపములను తొలగించేటువంటిదే కాదు, అనేకమైనటువంటి ఆధ్యాత్మిక భూమికల్లోకి వెళ్ళేటువంటి శక్తినిస్తుంది. శుభేచ్ఛ, తనుమానస, సత్వాపత్తి ఇత్యాది సప్త జ్ఞాన భూమికల్లోకి మనం వెళ్ళాలి అనంటే అటువంటి ఆధ్యాత్మిక శక్తిని ప్రసాదింపజేసేటువంటి దివ్య మాసం ఈ దివ్య రాజగోపాల వైభవం కలిగినటువంటి శ్రీనివాస మాసం. రాజాధిరాజాయ ప్రసహ్య సాహినే అనే పరమాత్మ విశ్వములో അപ്രതിഹതమైనటువంటి. ഹരേ കൃഷ്ണ. വളരെ സന്തോഷം സ്മിതമാതാജി ഷെയർ ചെയ്ത കാര്യം. നമ്മൾ ഇന്ന് വായിച്ച ശ്ലോകത്തിന്റെയും സുശീം പ്രഭു ഫർദർ എക്സ്പ്ലെയിൻ ചെയ്ത ശ്ലോകത്തിന്റെ ഒക്കെ റിലേറ്റഡ് ആയിട്ടാണ്. കാര്യം സൂര്യപ്രഭയുടെ നിദാനമായ നാരായണൻ ശ്രീമൻ നാരായണൻ എന്നാണ് അതിനകത്ത് പറഞ്ഞത്, ഇല്ലേ? ശരിയല്ലേ? ഹരേ കൃഷ്ണ. വളരെ സന്തോഷം. വളരെ ക്ലിയർ ആണ്. രാമായണത്തില് നമ്മുടെ ആദിത്യ ഹൃദയ സ്തോത്രവും ഉണ്ട്. സന്താപനാശകരായ നമോ നമ. മലയാളത്തിൽ അന്താകാരാന്തകരായ നമോ നമ, ചിന്താമണി ചിദാനന്ദായ ദേ നമ. മീരാജി അറിയാമോ? കാണാതെ എന്നാ ശരിക്കോളൂ, വായിച്ചോളൂ. സന്താപനാശകരായ നമോ നമ, അന്ധകാരാന്തകാരായ നമോ നമ, ചിന്താമണി ചിദാനന്ദായ ദേ നമ, മേഘാരനാശകരായ നമോ നമ, മോഹവിനാശകരായ നമോ നമ, ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിരൂപായ തേ നമ, സ്ഥാവര ജംഗമാചാര്യ തേ നമ, ദേവായ വിശ്വേക സാക്ഷിണ്യേ തേ നമ, സത്യപ്രധാനായ തത്വായ തേ നമ, സത്യസ്വരൂപായ നിത്യം നമോ നമ. ചിത്തമാദിത്യ ഹൃദയം ജപിച്ചിടുക സത്വരം, ല്ലേ? ചിത്തങ്ക് തെളിഞ്ഞ അകസ്തുതി കേട്ടത്രയും, ല്ലേ? ഭക്തി ചിത്തമാദിത്യ ഹൃദയം ജപിച്ചു നീ ശത്രുക്ഷയം വരുത്തിയിടുക സത്വരം. പിന്നെ പിന്നെ ഉണ്ട് ഭക്തി. ഒരു ലൈനുകളുണ്ട്, അതെന്റെ ബുക്കിലില്ല കേട്ടോ. ഇത്തമാദിത്യ ഹൃദയം ജപിച്ചിടു സത്വരം. ഭക്തി, അതെ, ഭക്തിയോടെ ഞാൻ അങ്ങയെ പ്രണമിക്കുന്നു എന്നൊരു വരിയും കൂടെ ലാസ്റ്റിലുണ്ട്. അതായത് അതിന്റെ ആ ശ്ലോകം, അതിനർത്ഥം അതാണ്. ഭക്തി ചിത്തം തെളിഞ്ഞ അഗസ്ത്യോക്തി കേട്ടത്രയും ഭക്തി വർദ്ധിച്ചു കാകുൽസ്ഥനും
ഒന്നുകൂടെ പറഞ്ഞേ, ഒന്നുകൂടെ പാടിയേ അത്. ചിത്തം തെളിഞ്ഞഗസ്ത്യോക്തി കേട്ടെത്രയും ഭക്തി വർദ്ധിച്ചു കാഗുൽസ്തനും കൂപ്പിനാൻ. പിന്നെ വിമാനവുമേറി മഹാമുനി ചെന്നു വീണാധരോ പാന്തേ മരുവിനാൻ. ആ ഭക്തി കൂപ്പിനാൻ ആ വരിയും കൂടെ, അതായത് നമുക്ക് ഇതെല്ലാം ചിന്തിച്ചിട്ട് ഭഗവാനിൽ ഭക്തി ഉണ്ടാവണം, ഭക്തിയോടെ ഞാൻ പ്രണമിക്കുന്നു, എവിടെ നിന്നാണോ അങ്ങേക്ക് ആ കിരണം കിട്ടുന്നത്, ആ ആവിർഭാവത്തെ, ആ പ്രഭാവത്തെ ഞാൻ ഭക്തിയോടെ പ്രണമിക്കുന്നു. ഹരേ കൃഷ്ണ. അപ്പൊ ഇന്ന് നമ്മൾ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം. ഹരേ കൃഷ്ണ. വളരെ സന്തോഷം. അടുത്ത ക്ലാസ്സിൽ കുട്ടികൾ പാടാൻ റെഡിയായിട്ട് നിൽക്കുക. ഇതേപോലെ ടൈം ഷെഡ്യൂൾ ചെയ്യും. ഹരേ കൃഷ്ണ. ഇന്ന് കണ്ടതുപോലെ. ഹരേ കൃഷ്ണ. ഓക്കെ. അപ്പം സുശീം പ്രഭു നാളത്തെ കാര്യം ഏറ്റേക്കണേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അല്ലെങ്കിൽ നേരത്തെ അയച്ചു തരാം. അപ്പൊ നേരത്തെ കയറണം. ഞാൻ സുശീം പ്രഭുവിനെ പോസ്റ്റ് ആക്കും.